ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറിയിൽ സെൻട്രൽ തീം എന്ന് പറയുന്നത് ലവ് ആണ്. ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഗുപ്ത, മാഗി എന്ന് വിളിക്കുന്ന ആലീസ്, മാഗിയുടെ അമ്മയായിട്ടുള്ള ക്ലിഫോർഡ് എന്നിവരാണ്. സോ നമുക്ക് ഷോർട്ട് സ്റ്റോറിയിലേക്ക് കിടക്കാം. It was nearly 1 o'clock and I was feeling extremely hungry, so I made my way slowly to a vegetarian restaurant which was not far away in St. Martin's Lane. Lunch hours in London restaurants were not so crowded in those days. അപ്പോൾ നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ഒരാൾ പറയുകയാണ്, ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴത്തേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. സോ ഐ മെയ്ഡ് മൈ വേ സ്ലോലി ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഊണ് കഴിക്കാനായിട്ട് തുടങ്ങി. വിച്ച് വാസ് നോട്ട് ഫാർ അവേ. അത് ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഒരുപാട് ദൂരെ അല്ലായിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റ്. സോ മാർട്ടിൻസ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നും ഒരുപാട് അകലെ അല്ലാതായിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഇദ്ദേഹം പോയത്. ആൻഡ് ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വെയർ നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. ആ സമയത്തൊക്കെ ഈ ലണ്ടനിലെ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുന്നത് ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു. ഇപ്പോഴത്തെ പോലെ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഒന്നും അല്ലായിരുന്നു അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നത്. സോ അദ്ദേഹം എന്ത് ചെയ്തു, 1 മണിയായപ്പോഴത്തേക്കും വിശക്കാറായപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഐ ഫൗണ്ട് നോട്ട് മോർ ദാൻ 3 or 4 ഹംഗ്രി പീപ്പിൾ സ്കാറ്റേർഡ് അറൗണ്ട് ദി റൂം. ആ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, വിശന്ന് വലഞ്ഞു വന്ന 3-4 ആൾക്കാർ മാത്രമേ ആ റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട്. ഐ ചൂസ് എ ടേബിൾ. ഞാനൊരു ടേബിൾ തിരഞ്ഞെടുത്തു. സീറ്റഡ് മൈസെൽഫ് ആൻഡ് ഓപ്പൺഡ് ദ ന്യൂസ് പേപ്പർ. ഞാനൊരു ടേബിൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി. എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. ഞാൻ അങ്ങനെ ഇരുന്ന നേരം എൻ്റെ അടുത്തേക്ക് ഒരു വെയിട്രസ് വന്നു. വെയിട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്ററിൻ്റെ ഫീമെയിൽ ആണ് വെയിട്രസ്. ഓക്കെ, അപ്പോൾ വെയിട്രസ് വന്നിട്ട് എന്നോട് എന്ത് പറഞ്ഞു? എൻ്റെ ഓർഡർ ചോദിച്ചു. പൊളൈറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ വിനയത്തോടു കൂടിയാണ് വെയിട്രസ് ഒക്കെ നമുക്ക് ഹോട്ടലിലൊക്കെ ചെന്ന് അറിയാമല്ലേ അവർ പെരുമാറുന്ന രീതി. അപ്പോൾ വളരെ വിനയത്തോടു കൂടി ആ വെയിട്രസ് എന്നോട് ഓർഡർ എന്താണെന്ന് ചോദിച്ചു. ഐ റൈസ്ഡ് മൈ ഐസ് ഫ്രം ദി പേപ്പർ. ഞാൻ അതുവരെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നും എൻ്റെ കണ്ണുകൾ എടുത്തു. ആൻഡ് ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു ആൻഡ് ടോൾഡ് ഹെർ വാട്ട് ഐ റിക്വയർഡ്. എന്നിട്ട് ഞാൻ ആ മെനു കാർഡ് വാങ്ങി നോക്കി. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഓർഡർ ചെയ്തു. താങ്ക് യു സർ, ഷീ സെഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. അപ്പോൾ ആ വെയിട്രസ് എന്ത് പറഞ്ഞു? താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ആൻഡ് ഷീ സെഡ്, എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. എന്നിട്ട് ഒന്നും മിണ്ടാതെ ചടുലമായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവൾ അതെടുക്കാനായിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ ബ്രിസ്ക്ലി എന്ന് പറഞ്ഞാൽ ചടുലമായി, പെട്ടെന്ന് എന്നൊക്കെയാണ് മീനിങ്. At that moment my attention was drawn to a table not far from mine. ആ ഒരു സമയത്ത് ആ വെയിറ്റർ ആ ഫുഡ് എടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധ എന്താന്ന് വെച്ചാൽ എൻ്റെ ടേബിളിൻ്റെ കുറച്ച് അകലെയായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദയർ. അവിടെ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഗേൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. She had been watching me with interested surprise but turned her eyes away as soon as I looked at her. അവൾ അവിടെ ഇരുന്ന് എന്നെ തന്നെ നോക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മുടെ നറേറ്റർ കാണുന്നത്. അപ്പോൾ എന്നെ തന്നെ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും അവൾ എന്താ ചെയ്യുന്നേ? അവളുടെ കണ്ണുകളെ അവിടെ നിന്ന് മാറ്റുന്നു. അതായത് ഇദ്ദേഹം നോക്കുമ്പോൾ അവൾ നോക്കുന്നില്ല. The girl was 13 or 14 years old. അവൾക്ക് പ്രായം എന്ന് പറയുന്നത് ഒരു 13-14 വയസ്സ് കാണും. Her clothes betrayed her poverty. അവളുടെ ആ ഒരു വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം എന്താണ് ആ ഒരു വസ്ത്രത്തിൻ്റെ പ്രത്യേകത. അവളുടെ ദാരിദ്ര്യം വിളിച്ചു പറയുന്ന രീതിയിലുള്ളൊരു വസ്ത്രമായിരുന്നു. Her hair hung in a heavy stream down her back. അവളുടെ മുടിയിഴകളൊക്കെ ഒരു കുഞ്ഞരുവി പോലെ, വളരെ ഹെവി ആയിട്ടുള്ളൊരു അരുവി പോലെ കിടക്കുന്ന മുടികളായിരുന്നു അവൾക്കുള്ളത്. Her eyes were large. വലിയ കണ്ണുകളായിരുന്നു അവൾക്ക്. They had a sad expression. അതുപോലെ തന്നെ അവളുടെ മുഖത്ത് എപ്പോഴും ഒരു ദുഃഖം നിഴലിച്ചിരുന്നു. I watched her when she was not looking so that she would not notice. ഞാനും അവളെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാറുള്ളത്? അവൾ നോക്കുമ്പോൾ ഞാൻ നോക്കാതിരിക്കും, എന്നിട്ട് അവൾ നോക്കാതിരിക്കുമ്പോൾ ഞാൻ നോക്കും. My lunch was served as she was finished hers. ഞാൻ എൻ്റെ ലഞ്ച് എനിക്ക് വെയിട്രസ് വന്ന് വിളമ്പി തന്നപ്പോഴേക്കും അവളുടെ ആഹാരം കഴിച്ചു തീർന്നിരുന്നു. The waitress brought her the bill.
വെയിട്രസ് ആ സമയത്ത് അവൾക്ക് എന്ത് നൽകുക? ബില്ല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. The bills are paid at the desk as one gets out and the desk is near the door. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. The girl stood up. My eyes followed her. ആ പെൺകുട്ടി അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ, അതായത് ബില്ല് കൊടുക്കാനായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് തോന്നി? മൈ ഐസ് ഫോളോഡ് ഹെർ. ഇദ്ദേഹം അവളെ തന്നെ നോക്കി നിന്നു. മൈ ഐസ് ഫോളോഡ് ഹെർ എന്ന് പറഞ്ഞാൽ അവളെ തന്നെ, അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇദ്ദേഹം അവളെ നോക്കി നിന്നു. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ എ ലോ വോയിസ്, പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ? അവൾ ആ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന കാഷ്യറിനോട് ഒരു കാര്യം തിരക്കി. വളരെ രഹസ്യമായിട്ടാണ് അവൾ ചോദിക്കുന്നത്. എന്താണ് ചോദിച്ചത്? പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ? എന്നിട്ട് അവൾ കാഷ്യറോട് പറയാണ്, അവിടെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഇന്ത്യക്കാരനാണോ, നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുന്നു. ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസേർഡ്. അപ്പോൾ കാഷ്യർ എന്താ പറഞ്ഞത്? ഐ തിങ്ക് സോ, ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഡസ് ഹി കം ഹിയർ ഓൾ ദി ടൈം? അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ, എല്ലാ സമയത്തും ഇവിടെ വരാറുണ്ടോ എന്നാണ് അവളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു കാഷ്യർ പറഞ്ഞു, പെർഹാപ്സ് നോട്ട്, ഐ ഡു നോട്ട് റീകാൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. ഞാൻ ഇതിനു മുന്നും കണ്ടിട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഐ ഡു നോട്ട് റീകാൾ, എനിക്കിപ്പോൾ അത് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നേ എന്നുള്ള രീതിയിൽ കാഷ്യർ മറുപടി പറഞ്ഞു. Thank you, said the girl and looked at me once more with a startled air and went out. എന്നിട്ട് താങ്ക് യു പറഞ്ഞിട്ട് ആ കാഷ്യറിനോട് താങ്ക്സും പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ഒന്നുകൂടി നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആൻഡ് ഇറ്റ് സർപ്രൈസ്ഡ് മീ, അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ആരെയാണ്? നമ്മുടെ നറേറ്ററിനെ. വൈ, എന്തുകൊണ്ടാണ്? വാട്ട് വാസ് ദ മാറ്റർ, എന്താണ് കാര്യം? ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അതായത് അവൾക്ക് എന്നോടൊരു താല്പര്യം ഉണ്ടെന്ന് പോലെ തോന്നുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അവളോടൊരു താല്പര്യമുണ്ടായി. എന്നെ ഇങ്ങനെ വാച്ചൊക്കെ ചെയ്യുന്നുണ്ട്, എന്നോട് എന്തെങ്കിലും ഒരു താല്പര്യം അവൾക്ക് കാണും. അതുകൊണ്ട് തന്നെ അവനും എന്ത് തോന്നി? അവളോടൊരു താല്പര്യം തോന്നുക. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് ദ വെയിട്രസ്, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദയർ? ഞാൻ ലഞ്ച് കഴിച്ച ഉടനെ തന്നെ പോയിട്ട് കാഷ്യറോട് ചോദിച്ചു. കാഷ്യറോടല്ല, ഐ ആസ്ക്ഡ് ദ വെയിട്രസിനോട് ചോദിച്ചു, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദയർ? അവിടെ ഇരുന്ന പെൺകുട്ടിയെ താങ്കൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളെന്താ പറഞ്ഞേ? നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ. എനിക്കറിയത്തില്ല. ടു സ്പീക്ക് ഓഫ്, ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ വന്ന് ലഞ്ച് കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് അവളെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഇല്ലെന്ന് ആര് പറഞ്ഞു? വെയിട്രസ് പറഞ്ഞു. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു ചോദ്യം എന്താണ്? എന്തുകൊണ്ട് അവൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്നില്ല? എന്തുകൊണ്ടാണ് ഈ ശനിയാഴ്ച മാത്രം വരുന്നത്? ഐ നെവർ സീ ഹെർ ഓൺ അതർ ഡേയ്സ്. ഞാൻ അവളെ മറ്റുള്ള ദിവസങ്ങളിലൊന്നും കണ്ടിട്ടില്ല സാർ, ശനിയാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ആര് പറഞ്ഞു? വെയിട്രസ് പറഞ്ഞു. ഹാവ് യു എനി ഐഡിയ ഹൂ ഈസ് ഷീ? ഓക്കെ, അപ്പോൾ അവൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്, ഹൗ ഡു യു നോ? അപ്പം വെയിട്രസ് പറയുകയാണ്, അവൾ ഇവിടെ അടുത്തുള്ള ഏതൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഹൗ ഡു യു നോ, നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. Saturday is a pay day. That is when she comes. On other days, she may not be able to afford lunch. Perhaps she does not earn very much. അപ്പോൾ ലണ്ടനിലുള്ള തൊഴിലാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാഷ് കിട്ടുന്നത് സാറ്റർഡേയ്സ് ആണ്. അതായത് ഒരു വീക്കിൻ്റെ എൻഡിലാണ് അവർക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ജോലി ചെയ്ത ക്യാഷ് കിട്ടുന്ന ദിവസം എല്ലാവരും ഈ റെസ്റ്റോറൻറ്റിൽ വരാറുണ്ട്. ആ സമയത്താണ് അവൾ ഇവിടെ വരുന്നത്. അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വരാനുള്ള കാശൊന്നും അവൾക്ക് ഇല്ല എന്ന് ഈ വെയിട്രസ് പറഞ്ഞു കൊടുത്തു. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അവൾ പറഞ്ഞതും ആലോചിച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? നടന്നു. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദി ഗേൾ പെർസിസ്റ്റഡ്. ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അയാളുടെ മനസ്സിൽ ഇങ്ങനെ നിലനിന്നു. പെർസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിലനിന്നു. ഹു വാസ് ദ ചൈൽഡ്? ആരായിരിക്കും ആ കുട്ടി? വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ? എന്തുകൊണ്ടാണ് അവൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചത്? വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ്? അവൾക്ക് എന്നോടുള്ള താല്പര്യത്തിൽ എന്തെങ്കിലും ഒരു നിഗൂഢത, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിഗൂഢതയുണ്ടോ? Her poverty-stricken, sad and anxious figure took possession of my thoughts. ഇദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഉണർത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവളെ കണ്ടാൽ തന്നെ അറിയാം അവളൊരു ദാരിദ്ര്യമുള്ള കുട്ടിയാണ്. അപ്പോൾ അവളുടെ ആ ഒരു സാഡ് ഫേസും ആ ആൻഷ്യസ് ആയിട്ടുള്ള ലുക്കും ആകാംക്ഷയോടുള്ള നോട്ടവും എല്ലാം കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ ഉണർന്നു. ഓൺ സൺഡേയ്സ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. എല്ലാ ഞായറാഴ്ചയും ലണ്ടനിലുള്ള ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്യും. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ
ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ഇവളെ അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓൺ മൺഡേ മോർണിംഗ്, അതായത് തിങ്കളാഴ്ച രാവിലെ ഞാൻ എന്ത് ചെയ്തു, അതായത് ഞായറാഴ്ച എല്ലാ ദിവസവും ഷോപ്പ് അടവായിരിക്കും, അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും ഓപ്പൺ ചെയ്യുമല്ലോ. അപ്പോൾ തിങ്കളാഴ്ച അവളെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, തിങ്കളാഴ്ച ദിവസം ഇവളെ അന്വേഷിച്ച് പുറത്തിറങ്ങി. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ജേണി എന്നാണ് മീനിങ്. അതൊരു ഫ്രേസൽ വെർബാണ്, പഠിച്ചു വെച്ചേക്കുക. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ജേണി. അദ്ദേഹം ഒരു യാത്ര പുറപ്പെട്ടു. ആരെ കാണാനാ? ഇവളെ കാണാൻ വേണ്ടിയിട്ട്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്പ് ഓൺ ദി സ്ട്രീറ്റ്സ് നിയർ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ ആൻഡ് എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദി സ്ട്രാൻഡ് ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദി ഗേൾ. അങ്ങനെ അദ്ദേഹം ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി ആ സ്ട്രീറ്റിലുള്ള, ഏത് സ്ട്രീറ്റാണ്, സെൻറ്റ് മാർട്ടിൻസ് ലൈൻ എന്ന് പറയുന്ന ആ സ്ട്രീറ്റിലുള്ള മിക്ക ഷോപ്പുകളിലും അദ്ദേഹം അന്വേഷിച്ചു, പക്ഷെ അവളെ കണ്ടെത്താനായില്ല. ദ വീക്ക് പാസ്റ്റ്, ഒരുപാട് ആഴ്ചകൾ കഴിഞ്ഞു. സാറ്റർഡേ കെയിം അഗെയിൻ, വീണ്ടും എന്ത് ചെയ്തു, സാറ്റർഡേ വന്നെത്തി, ശനിയാഴ്ച വന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ശനിയാഴ്ച വന്നു. ഐ പ്രസന്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. ഒരിക്കൽ കൂടി ഞാൻ എവിടെ പോയി, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി. ആസ് ഐ എൻറ്റേർഡ്, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഐ സോ ഹർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. നേരത്തെ ഇരുന്ന അതേ ടേബിളിൽ തന്നെ അവളെ ഞാൻ കണ്ടു, വീണ്ടും കണ്ടു. ഷി വാസ് ഈറ്റിംഗ്, അവൾ കഴിക്കുകയാണ്. ഐ വോക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേഴ്സ്. ഞാൻ അവളുടെ നേർക്ക് പോയി, അവളുടെ നേരെ ഒരു ചെയർ ഉണ്ടായിരുന്നു, അവിടെ പോയി ഇരുന്നു. സേയിങ് ഗുഡ് ആഫ്റ്റർനൂൺ, എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞേ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഷീ റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. അവൾ ഒരു മടിയും കൂടാതെ എന്ത് ചെയ്തു, തിരിച്ച് എന്നോട് ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്ന് പറഞ്ഞു. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ഞാൻ എന്ത് ചെയ്തു, ഒട്ടും തന്നെ സമയം കളയാതെ ഞാൻ അവളോട് സംസാരിക്കാനായി തുടങ്ങി. അറ്റ് ലാസ്റ്റ് ഷീ ആസ്ക്ഡ് ആർ യു ആൻ ഇന്ത്യൻ. അവൾ എൻ്റെ അടുത്ത് എന്താണ് ചോദിച്ചത്, ലാസ്റ്റ് സംസാരിച്ച് ഇങ്ങനെ വന്ന വഴിക്ക് ലാസ്റ്റ് അവൾ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർ യു ആൻ ഇന്ത്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്. താങ്കളൊരു ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു, യെസ്. എന്നിട്ട് അവൾ പറയാണ് എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ. പിന്നീട് എന്താണ് ചോദിച്ചത്, ആർ യു എ വെജിറ്റേറിയൻ, താങ്കളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു. വൈ ഡു യു ആസ്ക് ദാറ്റ്, നീ എന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിച്ചു. ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. അപ്പോൾ അവൾ പറയാണ് ഞാൻ കേട്ടിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്, എല്ലാ ഇന്ത്യക്കാരും വെജിറ്റേറിയൻസ് ആണ് കഴിക്കാറുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹൗ ഈസ് ദാറ്റ്, യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ. നിനക്ക് ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെ അറിയാം, നിനക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ. മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഹീസ് എ സോൾജിയർ. അപ്പോൾ അവൾ പറയാണ് എൻ്റെ മൂത്ത സഹോദരൻ പട്ടാളക്കാരനാണ്, അദ്ദേഹം ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻ സൈന്യത്തോടൊപ്പം. I am not much of a vegetarian. I answered her question, but I enjoy a vegetarian meal now and then. The girl seemed disappointed. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ, ഞാൻ വെജിറ്റേറിയൻ ഒന്നും അല്ല എങ്കിലും എനിക്ക് വെജിറ്റേറിയനും ഇഷ്ടമാണ്. ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ, എനിക്ക് വെജിറ്റേറിയൻ ഫുഡും ഇഷ്ടമാണ്. ആൻഡ് ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ്. ഇപ്പോൾ ഗേളിനൊരു നിരാശയുണ്ടായി, പെൺകുട്ടിക്കൊരു നിരാശയുണ്ടായി. ഐ ലേൺഡ് ദാറ്റ് ഹർ ഓൺലി ഗാർഡിയൻ വാസ് ദ എൽഡർ ബ്രദർ. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് അവളുടെ ഒരേ ഒരു രക്ഷകർത്താവ് എന്ന് പറയുന്നത്, ഒള്ളി ഗാർഡിയൻ എന്ന് പറയുന്നത് അവളുടെ എൽഡർ ബ്രദറാണ്, മൂത്ത സഹോദരനാണ്. ഷീ ലിവ്ഡ് വിത്ത് ഹർ ഓൾഡ് വിഡൗഡ് മദർ. അവൾ താമസിക്കുന്നത് ആരോടൊപ്പമാണ്, വിധവയായിട്ടുള്ള അവളുടെ അമ്മയോടൊപ്പമാണ്, കാര്യം അവൾക്ക് അച്ഛനില്ല. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ, നീ നിൻ്റെ സഹോദരനിൽ നിന്നാണ് ഇതൊക്കെ അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ്. വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. അപ്പോൾ അവൾ പറയാണ് എൻ്റെ ഒരു ചേട്ടൻ പോയിട്ട് ഇതുവരെയായിട്ടും കത്തുകളൊന്നും അയച്ചിട്ടില്ല. മൈ മദർ ഈസ് വെരി വറീഡ്. എൻ്റെ അമ്മയ്ക്ക് അതോർത്ത് വളരെയധികം ദുഃഖമുണ്ട്. പീപ്പിൾ ടെൽ ഹർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. മറ്റുള്ള ആൾക്കാരൊക്കെ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് ഫുൾ ഓഫ് ടൈഗേഴ്സ്, ഒരുപാട് കടുവകളുണ്ട്, സ്നേക്സ് ഉണ്ട്, ഫീവേഴ്സ് ഉണ്ട്, ഓക്കെ, പനികളുണ്ട്. ഷീ ഈസ് അഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പേടിയാണ്. അമ്മ വളരെ വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഈ ഒരു ടൈഗറോ സ്നേക്കോ എൻ്റെ മകനെ ആക്രമിച്ചാലോ അവന് വല്ല പനി പിടിച്ച് മാരക അസുഖങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകുമോ, ഇതൊക്കെ ഓർത്തിട്ട് എൻ്റെ അമ്മ വളരെയധികം വിഷമത്തിലാണെന്ന് ആര് പറഞ്ഞു, നമ്മുടെ ഈ പെൺകുട്ടി പറയാണ്. ഈസ് ഇറ്റ് ട്രൂ സാർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ് സത്യമാണോ സാർ, ഇന്ത്യയിൽ മൊത്തവും ടൈഗേഴ്സും സ്നേക്സും അതുപോലെ തന്നെ ഫീവറൊക്കെയാണോ, പനിയൊക്കെയാണോ. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോ, ഐ സ്മൈൽഡ്, ഞാൻ ചിരിച്ചു. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദെയർ ഇഫ് ഇറ്റ് വെയർ, ആൻഡ് ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. അപ്പം
ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരെങ്ങനെ അവിടെ സേഫായിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിച്ചപ്പോഴത്തേക്കും അവൾക്കൊരു ആശ്വാസം ഉണ്ടായി. മദർ സേസ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ about these things if she can find an Indian. The girl looked at me with eyes full of entreaty. entreaty എന്ന് പറഞ്ഞാൽ അപേക്ഷ. അതായത് ഇനി അവൾ പറയുന്ന കാര്യങ്ങളിൽ അവളുടെ കണ്ണിൽ ഒരു അപേക്ഷാ ഭാവമുണ്ട്. എന്താണ് അവൾ പറയുന്നത്? മദർ സേസ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ്. അതായത് എൻ്റെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ ഒരു ഇന്ത്യക്കാരനെ കണ്ടുമുട്ടുമ്പം അദ്ദേഹത്തിനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇന്ത്യ നിറച്ചും കടുവയും പാമ്പുകളും അതുപോലെ തന്നെ പനിയും ഒക്കെയുള്ള ഒരു രാജ്യമാണോ ഇന്ത്യ എന്ന് ആ ഇന്ത്യക്കാരനോട് ചോദിക്കാം എന്നുള്ളൊരു പ്രത്യാശയോടെയാണ് എൻ്റെ അമ്മ അവിടെ വിഷമിച്ച് കഴിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? അവളുടെ നോട്ടത്തിൽ ഉള്ളൊരു എൻട്രീറ്റി എന്ന് പറഞ്ഞാൽ അപേക്ഷ, അവളുടെ വീട്ടിലേക്ക് കൊണ്ടാകും ആ ഒരു അപേക്ഷ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാര്യം അവളുടെ അമ്മ എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു ഇന്ത്യക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. അവളുടെ ആ ഒരു ഫീലിംഗ് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഷീ വാണ്ടഡ് മീ ടു സീ ഹർ മദർ. അവൾക്ക് എന്താണ് ആവശ്യം? അവളുടെ അമ്മയെ ഇദ്ദേഹം പോയെന്ന് കാണണം. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹർ ഹോം. അക്കമ്പനി എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം, കൂടെ പോരുക എന്നൊക്കെ ഉള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ അവൾക്ക് ഇത് എങ്ങനെ ഇദ്ദേഹത്തിനോട് പറയണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഇവൾക്ക് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് ഇയാളെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹമെന്ന്. A keen desire to meet this poor anxious mother took hold of me. അപ്പോൾ അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂറായിട്ടുള്ള മദറിനെ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് ഒന്നുകൂടി കാണിക്കണം. I had not had the opportunity to visit an impoverished English home. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. സോ അവൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. I had not had the opportunity to visit an impoverished English home. അദ്ദേഹത്തിനാണെങ്കിലോ ദാരിദ്ര്യം നിറഞ്ഞ, ഇംപവരിഷ്ഡ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ്, ദാരിദ്ര്യം നിറഞ്ഞൊരു വീട്ടിലേക്ക് ഇതുവരെ അദ്ദേഹത്തിനെ ആരും ക്ഷണിച്ചിട്ടില്ല. ഐ വിഷ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്ത് പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നറിയാൻ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് അതൊക്കെ കാണണമെന്നുണ്ട്. ടു നോ വാട്ട് ദേ തിങ്ക്. അവരെന്താണ് വിചാരിക്കുന്നതെന്നും ഒക്കെ അദ്ദേഹം ചിന്തിക്കാറുണ്ട്. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? ഐ ക്യാൻ ഗോ സം ഡേ. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? നീ എന്നെക്കുറിച്ച് നിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? നീ എന്നെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഐ ക്യാൻ ഗോ സം ഡേ. നമുക്കൊരു ദിവസം പോകാമല്ലോ. ദി ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവളുടെ ആ ഒരു മനസ്സിലെന്തായി? സന്തോഷം വന്നങ്ങ് നിറഞ്ഞു. അവളുടെ ആ ഒരു മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, ബ്രിമ്മഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു. അവളുടെ മനസ്സിൽ മൊത്തവും നന്ദി കൊണ്ട് നിറഞ്ഞു. എന്താണ് അങ്ങനെ നന്ദി കൊണ്ട് നിറയാനുള്ള കാരണം? ഇദ്ദേഹം പറഞ്ഞു, നീ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞോ, നീ എന്നെ അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തുപോലെ ഇദ്ദേഹം അവിടെ വരുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കൊണ്ട് അവളുടെ ഐസ് നിറഞ്ഞു. താങ്ക് യു എവർ സോ മച്ച്. അവൾ എന്നിട്ട് താങ്ക്സ് പറയാണ്. ഷീ സെഡ്, ആൻഡ് ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു, ക്യാൻ യു കം നൗ? വളരെ ദയുള്ള മനുഷ്യനാണല്ലോ താങ്കൾക്ക് ഇപ്പോൾ എന്നോടൊപ്പം വീട്ടിലേക്ക് വരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? വിത്ത് പ്ലഷർ. ഓക്കെ, സന്തോഷമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിന്നോടൊപ്പം വീട്ടിലേക്ക് വരാം. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. നോ, നോട്ട് അറ്റ് ഓൾ. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. എന്നിട്ട് പറയാണ്, ഈ ഒരു ഉച്ചസമയം എന്ന് പറയുന്നത് എൻ്റെയാണ്. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. ഇതിനിടയ്ക്ക് വേറെ ഒരു തടസ്സങ്ങളും വരില്ല. ഈ ഒരു ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് എൻ്റെയാണ്. ദി ഗേൾ വാസ് ഡിലൈറ്റഡ്. ഇതൊക്കെ കേട്ടപ്പം ആ പെൺകുട്ടി വളരെയധികം ഡിലൈറ്റഡായി, ഹാപ്പിയായി. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോഡ് അപ്പ് ടുഗദർ. ഞങ്ങളങ്ങനെ എന്ത് ചെയ്തു? ഞങ്ങളുടെ ലഞ്ചും ഫിനിഷ് ചെയ്തിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് എവിടേക്ക് പോകാൻ തീരുമാനിച്ചു? ആ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. As we walked, I asked her, may I know your name? അങ്ങനെ പോകുന്ന വഴിക്ക്, നടന്നുകൊണ്ടാണ് അവർ പോകുന്നത്, അപ്പോൾ പോകുന്ന വഴിക്ക് അദ്ദേഹം അവളോട് പേര് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, മൈ നെയിം ഈസ് ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ്. എൻ്റെ പേരെന്താണ്? ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷീ ആസ്കിങ്. നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നോട്ട് അറ്റ് ഓൾ, ഐ ആൻസേർഡ്, ഇഫ് ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. എനിക്ക് നടക്കാൻ പ്രയാസമൊന്നുമില്ല, നിനക്കോ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. നോ, ഐ വാക്ക് ഹോം എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും വീട്ടിലേക്ക് നടന്ന് തന്നെയാണ് പോകുന്നതെന്ന് അവൾ മറുപടി പറഞ്ഞു.
ഐ ആസ്ക് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫൺ? നീ ഈ വഴിക്കൊക്കെ നേരത്തെ വന്നിട്ടുണ്ടോ? അപ്പോൾ അവൾ പറയാണ്, യെസ്, ഷീ ആൻസേർഡ്. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇനി അവൾ പറയാൻ പോകുന്നത്. അവളൊരു സിവിൽ സർവീസ് സ്റ്റോറിൽ ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. എവറി ആഫ്റ്റർനൂൺ, എല്ലാ ഉച്ച സമയത്തും ഐ കം ഹോം ദിസ് വേ, ഞാൻ ഈ വഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ടുഡേ ഈസ് സാറ്റർഡേ, ഇന്ന് ശനിയാഴ്ചയാണ്. സോ ഐ ആം ഓഫ് ഏർലി, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇറങ്ങി. ഷാൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡ് എന്ന് വിളിക്കണോ ആലീസ് എന്ന് വിളിക്കണോ എന്ന് ചോദിച്ചു. ഐ എം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്, ഞാൻ ഇതുവരെ വളർന്നിട്ടില്ല. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്, താങ്കൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ക്ലിഫോർഡ് എന്ന് വിളിക്കുന്നെങ്കിൽ എങ്ങനെ വിളിച്ചോ, ആലീസ് എന്ന് വിളിക്കുന്നെങ്കിൽ എങ്ങനെ വിളിച്ചോ. ഐ ആം യൂഷ്വലി കോൾഡ് മാഗി, ഷീ ലാഫ്ഡ്. അവൾ ചിരിച്ചുകൊണ്ട് പറയാണ്, എന്നെ എല്ലാവരും വിളിക്കുന്നത് എന്താണ്? മാഗി എന്നാണ് വിളിക്കുന്നത്, മാഗി. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരാൻ വളരെ ഉത്കണ്ഠയുണ്ടെന്ന് തോന്നുന്നല്ലോ നിന്റെ വളർച്ചയിൽ. അതായത് നീ ഇപ്പോൾ ചെറിയ പെൺകുട്ടിയല്ലേ, അപ്പോൾ നിനക്ക് വളരെ ആശയുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, യെസ്. ടെൽ മീ വൈ, അതെന്തുകൊണ്ടാണെന്ന് എന്നോട് പറയൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൾ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഈസ് ഓൾഡ്. എൻ്റെ അമ്മ വയസ്സായതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഞാൻ മുതിർന്ന ഒരു കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വർക്കിലൂടെ ഒരുപാട് ക്യാഷ് കിട്ടുമായിരുന്നു. ഈസ് ദ വർക്ക് ഡു യു ടു യുവർ ലൈക്കിംഗ്? നീ ഇഷ്ടപ്പെട്ടാണോ ഈ വർക്ക് ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയാണ്, നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായ വർക്കാണ്, ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഐ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്. എൻ്റെ തല പുകയുന്ന രീതിയിലുള്ളൊരു വർക്ക് തന്നെയാണിത്, ബ്രെയിൻ വർക്ക്. ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. ഐ ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. എനിക്കൊരു സെക്രട്ടറിയുടെ ജോലിയൊക്കെയാണ് ഇഷ്ടം, അല്ലാതെ ഇങ്ങനെ ടൈപ്പ് ഒക്കെ ചെയ്യുന്ന ഈ ഒരു തലപുകഞ്ഞ ജോലി എനിക്ക് ഇഷ്ടമല്ല. ഇത് തികച്ചും യാന്ത്രികമായൊരു ജോലിയാണെന്ന് അവൾ മറുപടി പറയാണ്. വി ക്രോസ്ഡ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. ലാംബത്ത് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അങ്ങനെ അവരൊരു പാലം കടന്ന് ലാംബത്ത് എന്ന് പറയുന്ന പ്ലേസിലെത്തി. ഇറ്റ്സ് എ പുവർ നൈബർഹുഡ്. അയൽക്കാരൊക്കെ ആണെങ്കിൽ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്. മാഗി പറയാണ്, ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, എനിക്ക് ഒരു സെക്രട്ടറി ആവാനാണ് ആഗ്രഹം. ഐ ഷാൾ ടേക്ക് മദർ എവേ ഫ്രം ഹിയർ. ഞാൻ അങ്ങനെ ഒരു സെക്രട്ടറി ആയി മാറിയാൽ ഞാൻ തീർച്ചയായും എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇത്രയുമാണ് അവളുടെ ഒരു ആഗ്രഹവും അവളുടെ ഒരു ജോലിയെ പറ്റി അവൾ സംസാരിക്കുന്നത്. ഡിഡ് യു ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ നിന്നെ മാഗി എന്നാണോ മാക്സി എന്നാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് ഹി കോൾ മീ മാക്സി. എന്നിട്ട് അവൾ പറയുകയാണ്, വളരെ സ്നേഹമുള്ളപ്പോൾ എന്നെ മാക്സി എന്ന് വിളിക്കും. ഹൗ ഡിഡ് യു നോ? അങ്ങനെ വിളിക്കുമായിരുന്നു. ഇപ്പോൾ അവൾക്ക് അച്ഛനില്ലല്ലോ. അപ്പോൾ പണ്ട് എന്നെ അച്ഛൻ എന്താണ് വിളിച്ചിരുന്നത്? വളരെ സ്നേഹമുള്ളപ്പോൾ മാക്സി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഹൗ ഡിഡ് യു നോ? താങ്കൾക്ക് എങ്ങനെ അറിയാം എന്നുള്ള രീതിയിൽ അവൾ ചോദിക്കുകയാണ്. യെസ് യെസ്, ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. അദ്ദേഹം എന്താണ് ചിരിച്ചുകൊണ്ട് പറയാണ്, വി ആർ ഇന്ത്യൻസ്, യു നോ, വി നോ അബൌട്ട് ദി ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾക്കൊരു കഴിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഫ്യൂച്ചർ എന്താണെന്നും ഭാവി എന്താണെന്നും ഒക്കെ പ്രവചിക്കാനുള്ളൊരു കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ഒരു മാജിക് ആണെന്നൊക്കെ ചുമ്മാ തള്ളുവാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹിയർഡ്, ഷീ സെഡ്. ഇത് തന്നെ ഞാനും കേട്ടത് എന്ന് അവൾ പറഞ്ഞു. അതായത് ഇന്ത്യക്കാർക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്നാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇൻഡീഡ് ഐ വാസ് സർപ്രൈസ്ഡ്. അദ്ദേഹത്തിന് വളരെയധികം സർപ്രൈസ്ഡ് ആയിപ്പോയി അവളുടെ ഒരു ആൻസർ കേട്ടിട്ട്. വാട്ട് ഹാവ് യു ഹിയർഡ്? നീ എന്തൊക്കെയാണ് കേട്ടത്? ഐ ഹാവ് ഹിയർഡ് ദാറ്റ് ദെർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. അവൾ കേട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള മിക്ക ആൾക്കാർക്കും ഒരുപാട് കഴിവുകളുണ്ട്. അവർക്ക് കുറേ ഒക്കൾട്ട് അറിയാം. ഒക്കൾട്ട് എന്ന് പറഞ്ഞാൽ നിഗൂഢ വിദ്യകൾ, ഒരുപാട് വിദ്യകളൊക്കെ അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദേ ആർ കോൾഡ് യോഗീസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ യോഗീസ് എന്നാണ് അറിയപ്പെടുന്നത്. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷേ താങ്കളെ കണ്ടിട്ട് യോഗിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ അവളുടെ തെറ്റിദ്ധാരണകളാണ് അവളവിടെ പറയുന്നത്. ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി മാഗി? എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അതെന്താ മാഗി അങ്ങനെ നീ പറഞ്ഞത്, ഞാനൊരു യോഗിയല്ലെന്ന്? അങ്ങനെ പറയുന്നു. യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. അപ്പോൾ അവൾ പറയുകയാണ്, യോഗി എന്ത് ചെയ്യാറില്ല? ഒരിക്കലും ഒരു യോഗി ഇറച്ചി കഴിക്കാറില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഇടയ്ക്ക് നോൺ വെജും കഴിക്കുമായിരിക്കും. അതുകൊണ്ട് അത് കണ്ടിട്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. ഈസ് ദാറ്റ് വൈ ഡു യു ആസ്ക് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? അപ്പോൾ അതാണല്ലേ കാര്യം, നീ അതുകൊണ്ടാണല്ലേ ഞാൻ വെജിറ്റേറിയൻ ആണോ അല്ലേ എന്ന് ആദ്യമേ ചോദിച്ചത്. ഷീ സ്മൈൽഡ് വിത്തൗട്ട് ആൻസറിങ്. അവൾ ആൻസർ പറയാതെ ചിരിച്ചു. വി ഹാഡ് റീച്ച്ഡ് എ നാരോ ഡോർവേ.
അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോയി. മാഗി ടുക്ക് എ തിൻ ലാഷ് കീ ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് ഓപ്പൺഡ് ദ ഡോർ. അവരുടെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ പോക്കറ്റിൻ്റെ കീശയിൽ നിന്ന് എന്തെടുത്തു, ഒരു താക്കോലെടുത്ത് ഡോർ തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ് പ്ലീസ് കം ഇൻ. എന്നിട്ട് അവൾ അകത്തേക്ക് കയറിയിട്ട് അദ്ദേഹത്തിനെ ക്ഷണിച്ചു. വെൻ ഐ വാസ് ഇൻസൈഡ് മാഗി ക്ലോസ് ദ ഡോർ. ഞാൻ അകത്ത് കയറിയപ്പോഴേക്കും അവൾ ഡോർ ക്ലോസ് ചെയ്തു. ഷീ വെൻ ടു ദ ഫുട്ട് ഓഫ് ദി സ്റ്റെയേഴ്സ് ആൻഡ് റൈസിങ് ഹെർ വോയിസ് എ ലിറ്റിൽ. അവൾ എന്ത് ചെയ്തു, പടികൾ ഇങ്ങനെ കയറി പോകുമ്പോൾ അവൾ കുറച്ചുകൂടി ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. കോൾഡ്. എന്നിട്ട് എന്താണ് വിളിച്ചത് അവൾ? മദർ വേർ ആർ യു? അമ്മേ എവിടെയാണ് നിങ്ങൾ എന്ന് വിളിച്ചുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, പടികൾ കയറിപ്പോയത്. ഐ ആം ഇൻ ദ കിച്ചൺ ചൈൽഡ്, ദ ആൻസർ കെയിം ഫ്രം ബിലോ, കം ഡൗൺ. അപ്പോൾ അമ്മ പറയാണ്, നീ താഴേക്ക് ഇറങ്ങി വരൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കിച്ചണിലാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബോവ് ഗ്രൗണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടനിലെ സ്ട്രീറ്റുകളെല്ലാം എബോവ് ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിൽ നിന്ന് മുകളിലാണ് അവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം. കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ, അതായത് താഴെയായിരിക്കും അടുക്കള, മുകളിലാണ് റൂം. സോ അവൾ വിചാരിച്ചത് എന്താണ്, അമ്മ റൂമിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ സ്റ്റെയർ കയറിപ്പോയത്. അപ്പോഴമ്മ എന്ത് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, താഴേക്ക് വരൂ, ഞാൻ കിച്ചണിലാണെന്ന് പറഞ്ഞു. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റ്യനിങ്ലി. മാഗി എന്നെ ഒരു ചോദ്യചിഹ്നം പോലെ നോക്കി. ഡു യു മൈൻഡ്? നോട്ട് ഇൻ ദ ലീസ്റ്റ്, കം ഓൺ ഐ സെഡ്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നോടൊപ്പം അടുക്കളയിലേക്ക് വരാമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം എന്താ പറഞ്ഞു, ഓക്കെ കം ഓൺ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ. ടുഗദർ വി ഡിസെൻഡഡ് ദ സ്റ്റെയർസ് ടു ദ കിച്ചൺ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എവിടെ പോയി, കിച്ചണിലേക്ക് പോയി. സ്റ്റെയർ ഇറങ്ങി വന്ന് കിച്ചണിലേക്ക് പോയി. മദർ സെഡ് മാഗി ഫ്രം ദി ഡോർവേ. ഡോറിനടുത്ത് നിന്ന് മദറിനെ വിളിച്ചു. ആൻ ഇന്ത്യൻ ജെന്റിൽമാൻ ഹാസ് കം ടു സീ യു. ഒരു ഇന്ത്യക്കാരനായ മനുഷ്യൻ താങ്കളെ അമ്മയെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയാണ്, വേർ ഈസ് ഹി? അവൻ എവിടെയാണ്? ദ ഓൾഡ് വുമൺ ആസ്ക്ഡ് ഈഗർലി. ഓൾഡ് വുമൺ എന്ത് ചെയ്തു, വളരെ ഈഗർലി ആയിട്ട്, വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹം എവിടെയെന്നുള്ള രീതിയിൽ പുറത്തേക്ക് നോക്കി. വിത്ത് എ സ്മൈൽ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. ഞാൻ അമ്മ നിൽക്കുന്ന ആ അടുക്കളയിൽ മാഗിയുടെ തൊട്ട് പിന്നിലായിട്ട് നിൽക്കുമായിരുന്നു. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് അസ്. അങ്ങനെ മാഗി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത മദർ. ഇദ്ദേഹത്തിൻ്റെ പേര് ഗുപ്ത എന്നാണ്. അപ്പം നമ്മുടെ നറേറ്റർ അഥവാ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗുപ്തയാണ് ഇദ്ദേഹം. സോ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത മദർ. അമ്മ ഇത് മിസ്റ്റർ ഗുപ്തയാണ്. അപ്പോൾ ഷീ സെഡ് മിസ്റ്റർ ഗുപ്ത മൈ മദർ. എന്നിട്ട് പറയാണ്, മിസ്റ്റർ ഗുപ്ത ഇതാണ് എൻ്റെ അമ്മ എന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഹൗ ഡു യു ഡു? ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്സ്, ഷീ സെഡ് ഹോൾഡിംഗ് ദം ഔട്ട് ഫോർ ടു സീ ആൻഡ് ദേ വെയർ കവേർഡ് വിത്ത് ഫ്ലോർ ആൻഡ് ടുഡേ ഈസ് സാറ്റർഡേ, ഷീ എക്സ്പ്ലെയിൻഡ്. അമ്മ എന്ത് ചെയ്യാണ്, മാവങ്ങാണ്ട് കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ മൊത്തം മാവാണ്. അപ്പോൾ സോ ഇന്നത്തെ ദിവസം എന്താണ് പ്രത്യേകത, ശനിയാഴ്ച ദിവസമാണ്, അവൾക്ക് ശമ്പളം കിട്ടുന്ന ദിവസമൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്തോ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുകയാണ് അമ്മ. ഷീ എക്സ്പ്ലെയിൻഡ്. എന്നിട്ട് പറയാണ്, ഐ ആം മേക്കിംഗ് കേക്ക്സ്. ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത്? കേക്കാണ് ഉണ്ടാകുന്നത്. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. ഈ വൈകുന്നേരത്ത്, ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ആൾക്കാരൊക്കെ ഈ കേക്ക് വാങ്ങാൻ വരും. ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. They will be sold on the streets tonight. This is the way we make our living. Loads of trouble. ഞങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. ഞാൻ ഈ കേക്കൊക്കെ ഉണ്ടാക്കി തെരുവിൽ കൊണ്ടുപോയി വിൽക്കും. അതൊക്കെ വാങ്ങാനായിട്ട് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ട് എല്ലാവരും വന്ന് വാങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മാഗിയുടെ മദർ പറഞ്ഞു. ആൻഡ് സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നൈബർഹുഡ്സ്. അതായത് അയൽവക്കത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് ഈ ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൺട്രീസ് ലൈറ്റഡ് പുഷ് കാർട്സ്. അതായത് പുഷ് കാർട്സ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയാണ്, കാളവണ്ടി പോലെ. അങ്ങനെയുള്ള വണ്ടിയിലാണ് ഞങ്ങൾ വൈകുന്നേരം ഈ കേക്കെല്ലാം കൊണ്ടുപോയി വിൽക്കുന്നത്. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. മറ്റുള്ള ഡേയ്സിനെ അപേക്ഷിച്ച് ഈ ശനിയാഴ്ച ദിവസം വളരെയധികം തിരക്കാണ്. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ശനിയാഴ്ച ദിവസം എല്ലാവർക്കും സാലറി കിട്ടുന്ന ദിവസമായതുകൊണ്ട് അന്ന് സ്ട്രീറ്റ് വളരെ തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ പുഷ് കാർട്സിലാണ് പോയി കേക്കുകളൊക്കെ വിൽക്കുന്നത്. സാറ്റർഡേ ഈസ് ദ ഡേ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദേ റിസീവ് ദെയർ വീക്ക്ലി വേജസ്. ആഴ്ചയിലെ ഏറ്റവും ലാസ്റ്റ് ഈ ശനിയാഴ്ച ദിവസം ശമ്പളം കിട്ടുന്നതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും കുറച്ച് പൈസ അവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ അവരുടെ ആ ഒരു കേക്കും ആളുകൾ വാങ്ങാറുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാ ശനിയാഴ്ചയും എന്ത് ചെയ്യുന്നത്, ഈ കേക്ക് കൊണ്ടുപോയി വിൽക്കുന്നത്.
ആൻഡ് ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ് ഫ്ലോർ, ഷുഗർ, ഫാറ്റ്, റൈസിൻസ്, എഗ്സ്. അതായത് കേക്കിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഫ്ലോർ, ഷുഗർ, ഫാറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ. ആൻഡ് ഫോർത്ത് വെയർ സെറ്റ് ഔട്ട് ഇൻ റെഡിനെസ് അപ്പോൺ ദി ഡ്രസ്സർ. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങി ഇതെല്ലാം വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, വിൽക്കാൻ കൊണ്ടുപോകുന്നത്. സെവറൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്സ് ഇൻ ട്വിൻസ് വെയർ ആൾസോ ദെയർ. അതുപോലെ തന്നെ ബേക്ക് ചെയ്ത കേക്കുകൾ ടിന്നിനകത്താക്കി ഇവർ പാക്ക് ചെയ്യുന്നുണ്ട്. സിറ്റിംഗ് ഇൻ സച്ച് എ പുവർ കിച്ചൺ വിൽ നോട്ട് ബി വെരി പ്ലസന്റ് ഫോർ യു വിൽ ഇറ്റ്, മിസ്സസ് ക്ലിഫോർഡ് സെഡ്. ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. മാഗി, ടേക്ക് ഹിം ഇൻ ടു ദ സിറ്റിംഗ് റൂം, ഐ വിൽ കം ഇൻ എ മിനിറ്റ്. എൻ്റെ അമ്മ പറയാണ്, താങ്കൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ അടുക്കളയിലല്ലേ നിൽക്കുന്നത്, ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ടവരുടെ അടുക്കളയിൽ താങ്കളെ ഇങ്ങനെ കൊണ്ടു നിർത്തുന്നതിൽ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അതിലൊട്ട് ഹാപ്പി അല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മാഗി ഇദ്ദേഹത്തിനെ സിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തു, ഞാൻ ദാ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് അമ്മ ക്ലിഫോർഡ് പറഞ്ഞു, മിസ്സസ് ക്ലിഫോർഡ്. നോ ഐ പ്രൊട്ടസ്റ്റഡ്. ഞാൻ എതിർത്തു. പ്രൊട്ടസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എതിർത്തു. നോ ഐ ക്യാൻ സിറ്റ് ഹിയർ വെൽ ഇനഫ്. എനിക്ക് ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇഷ്ടം. ദ കേക്ക്സ് യു മേക്ക് ആർ നൈസ് വൺസ്, ഐ മസ്റ്റ് സേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കേക്കൊക്കെ ഉണ്ടാക്കുന്ന കാണാമല്ലോ, ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. മിസ്സസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമ കണ്ടിട്ട് മിസ്സസ് ക്ലിഫോർഡ് ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ, ആസ്ക്ഡ് മിസ്സസ് ക്ലിഫോർഡ്. മിസ്സസ് ക്ലിഫോർഡ് ചോദിക്കുകയാണ്, എങ്ങനെയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആൻഡ് ഷീ റെസ്യൂംഡ് ഹെർ കുക്കിംഗ്. എന്നിട്ട് കുക്കിംഗ് തുടരുകയാണ്. എ ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. സേഫ് ടു ലിവ് ഇൻ. അവിടെ ജീവിക്കുന്നത് സേഫ് ആണോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സെർട്ടൻലി ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി. തീർച്ചയായും അവിടെ ജീവിക്കാൻ നല്ലതാണ്, പക്ഷേ ഇത്രയും തണുപ്പൊന്നും അവിടെ ഇല്ല. ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട്. എന്താണ്, ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആവശ്യത്തിന് തണുപ്പും ആവശ്യത്തിന് ചൂടുമാണ് ഉള്ളത്. സോ ഇത്രയും തണുപ്പ്, ലണ്ടനിൽ അത്രയും തണുപ്പൊന്നും അവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നതാണ്, ചൂടാണെന്ന്. ആർ ഇൻ ദെയർ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്, ഡോണ്ട് ദേ കിൽ പീപ്പിൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് മിസ്സസ് ക്ലിഫോർഡിൻ്റെ, അവിടെ ഒരുപാട് പാമ്പുകളും ടൈഗറും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അവയൊക്കെ മനുഷ്യരെ കൊല്ലുമോ എന്നാണ് അവരുടെ ഒരു ക്വസ്റ്റ്യൻ. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അവരുടെ മകൻ അവിടെയാണ്. സോ അതുകൊണ്ടാണ് അവരെങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറയുകയാണ്, ഡോണ്ട് ബിലീവ് ദാറ്റ്, ഐ ലാഫ്ഡ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോണ്ട് ബിലീവ് ദാറ്റ്, ഇതൊന്നും വിശ്വസിക്കരുത്. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ടു ദ ജംഗിൾസ്. ഞങ്ങളുടെ നാട്ടിൽ സ്നേക്സും ടൈഗേഴ്സും എല്ലാം ജംഗിൾസിലാണ്, കാട്ടിലാണുള്ളത്. ദേ ഗെറ്റ് കിൽഡ് ദംസെൽസ് ഇഫ് ദേ കം ടു സീ ക്ലോസ് ടു പ്ലേസസ് വെയർ പീപ്പിൾ ലിവ്. അതായത് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഇവ അങ്ങനെ വരാറില്ല. അഥവാ വന്നാൽ തന്നെ എന്ത് ചെയ്തു, ദേ ഗെറ്റ് കിൽഡ് ദംസെൽസ്. ആൻഡ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസസ് വെയർ പീപ്പിൾ ലിവ്. ആളുകൾ താമസിക്കുന്ന പ്ലേസിലേക്ക് വന്നാലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ അതിനെ കൊല്ലണം. അങ്ങനെയുള്ള രീതിയിൽ വന്നാലേ പ്രശ്നമുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പേടിക്കാനില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. ആൻഡ് ഫീവേഴ്സ്, അവിടെ പനികളൊക്കെ കൂടുതലാണെന്ന് അറിഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഈസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ പനിയൊക്കെ വരാറുണ്ട്. ഇറ്റ് ഈസ് നെയ്തർ ദ സെയിം എവരിവെയർ നോ ദ സെയിം ഓൾ ദ ഇയർ അറൗണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ പനിയൊന്നും വരാറില്ല, എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇങ്ങനെ പനിയൊന്നും വരാറില്ല. പനിയൊക്കെ സ്വാഭാവികമല്ലേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആൻസർ പറയുന്നത്. മൈ സൺ ഈസ് ഇൻ ദ പഞ്ചാബ്. എൻ്റെ മകൻ എവിടെയാണ്, ഇന്ത്യയിലെ പഞ്ചാബിലാണ്. ഹീസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഈസ് ദ പഞ്ചാബ്. പഞ്ചാബിൽ ഏത് സ്ഥലത്തായിരുന്നെന്ന് അറിയാവോ. ദ പഞ്ചാബ് ഈസ് എ ഫൈൻ പ്ലേസ്. അല്ലെങ്കിൽ പഞ്ചാബ് എങ്ങനെയുള്ള സ്ഥലമാണ് എന്നറിയാവോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. അപ്പം ഗുപ്ത എന്താ മറുപടി പറയുന്നത്, ദ പഞ്ചാബ് ഈസ് എ ഫൈൻ പ്ലേസ്. പഞ്ചാബ് വളരെ നല്ലൊരു പ്ലേസ് ആണ്. ഓക്കെ. ദർ ഈസ് ലിറ്റിൽ ഫീവർ ദെയർ. അവിടെ കുറച്ച് പേർക്കൊക്കെ പനിയൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹെൽത്തി. ദർ ഈസ് എ ലിറ്റിൽ ഫീവർ ദെയർ. അവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ പനിയൊക്കെ വരാറുണ്ട്. ഇറ്റ് ഈസ് വെരി ഹെൽത്തി. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നാടാണ് പഞ്ചാബ്. അവിടെ അങ്ങനെ പനിയൊന്നും വരാറില്ല. ഐ ആം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സസ് ക്ലിഫോർഡ് സെഡ്. മിസ്സസ് ക്ലിഫോർഡ് പറയാണ്, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം വരുന്നു. അപ്പം നമ്മുടെ ഗുപ്ത പറയാണ്, പഞ്ചാബ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്, അവിടെ അങ്ങനെ പനിയൊന്നും വരാറില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. ഐ ആം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, എനിക്കിത് കേട്ടതിൽ വളരെയധികം സന്തോഷമെന്ന് മിസ്സസ് ക്ലിഫോർഡ് പറഞ്ഞു. ഹെർ ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ്. അങ്ങനെ അമ്മ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ആൻഡ്
മാഗി, ഷീ സെഡ്, ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റെയേഴ്സ്. ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് ചായ ഇട്ടിട്ട് വരാം. നീ എപ്പോഴേക്കും മുകളിലത്തെ നിലയിലേക്ക് മിസ്റ്റർ ഗുപ്തയെ കൊണ്ടുപോയിക്കോളൂ എന്ന് മാഗിയോട് അമ്മ പറഞ്ഞു. മാഗി ഷോഡ് ദ വേ ടു ദെയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോഡ്. ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. അങ്ങനെ മാഗിയോടൊപ്പം ഇദ്ദേഹം മുകളിലേക്ക് പോയി സിറ്റിംഗ് റൂമിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഫർണിച്ചറൊക്കെ എന്തായി മാറി? അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ഫർണിച്ചർ ആയിരുന്നു. അവർ പാവപ്പെട്ടവരല്ലേ. ദ കാർപ്പറ്റ് വാസ് ഓൾഡ്. കാർപ്പറ്റൊക്കെ വളരെ ഓൾഡ് ആയിരുന്നു. ടോൺ ഇൻ പ്ലേസസ്. പല സ്ഥലങ്ങളും കീറിയിട്ടുണ്ടായിരുന്നു ആ കാർപ്പറ്റിൻ്റെ. ബട്ട് എവറിത്തിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷേ എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആയിട്ടായിരുന്നു ഇരുന്നത്. മാഗി ഡ്രൂ ദ കർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺഡ് ദ വിൻഡോസ്. അവൾ എന്ത് ചെയ്തു? മാഗി ചെന്ന് വിൻഡോയുടെ കർട്ടനൊക്കെ മാറ്റിയിട്ടു. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. അവിടെ ഒരു ഗ്ലാസ് ബുക്ക് കേസ് ഇരിപ്പുണ്ടായിരുന്നു. ബുക്കുകളൊക്കെ അടുക്കി വെച്ചേക്കുന്ന ഒരു ബുക്ക് കേസ് ഉണ്ടായിരുന്നു. ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നു. മിസ്സിസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിയിങ് ദ ടീ ട്രേ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. കുറച്ച് സമയത്തിന് ശേഷം മിസ്സിസ് ക്ലിഫോർഡ്, അവളുടെ അമ്മ, എന്ത് ചെയ്തു? ചായയുമായിട്ട് കയറി വന്നു. All trace of the kitchen had vanished from her person. അതായത് കിച്ചണിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ഇപ്പോൾ പറയത്തില്ല കണ്ട എന്ന് പറഞ്ഞാൽ അവളെല്ലാം ഫ്രഷ് ആയിട്ട് ചായയൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ്. ആസ് വി ഡ്രാങ്ക് ടീ ഐ ടോക്ക്ഡ് അബൌട്ട് ഇന്ത്യ. ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചു. മിസ്സിസ് ക്ലിഫോർഡ് ഷോഡ് മീ എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ സൺ. ആ സമയത്ത് മിസ്സിസ് ക്ലിഫോർഡ് തൻ്റെ മകൻ്റെ ഫോട്ടോ ഇദ്ദേഹത്തിനെ കാണിച്ചു. It had been taken before he left. അവൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. His name was Francis or Frank. അവൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രാൻസിസ് എന്നാണ്. അവനെ എല്ലാവരും വിളിക്കുന്നത് എന്താണ്? ഫ്രാങ്ക് എന്നാണ്. ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് he had sent her for her birthday. മാഗിയുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഇവൻ ഒരു ബുക്കിനകത്ത് നിറച്ചും ചിത്രങ്ങൾ വരച്ച ഒരു ബുക്ക്, അതായത് ചിത്രങ്ങൾ വരച്ച ഒരു ബുക്ക് മാഗിക്ക് ബർത്ത്ഡേക്ക് ഈ ഒരു സഹോദരൻ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവൾ ഇപ്പോൾ ഗുപ്തയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. ദർ വെർ മെനി പിക്ചേഴ്സ് ഓഫ് സിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൻ കൺട്രി. സിംല എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്ന ഒരു സിറ്റിയാണ് സിംല എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സിംലയിലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഈ ബുക്കിൽ ചെയ്തിട്ടാണ് ഈ ബുക്ക് ഗിഫ്റ്റായിട്ട് ആർക്ക് കൊടുത്തത്? മാഗിക്ക് ഫ്രാൻസിസ് കൊടുത്തിട്ട് പോയത്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക് കൊടുത്തിട്ട് പോയത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? മൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു, പർവ്വതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൺ ദി ഇൻസൈഡ് പേജ് വാസ് റിട്ടൺ ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക്. അതിനുള്ളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? മാഗിക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്. ഓൺ ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മാഗി സെഡ് മിസ്സിസ് ക്ലിഫോർഡ് ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. അപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് ഒരു കാര്യം ഓർത്തിട്ട് മാഗിയോട് വിളിച്ചു പറയാണ്, ഷോ മിസ്റ്റർ ഗുപ്ത ദ റിങ്. മിസ്റ്റർ ഗുപ്തയെ ആ റിംഗ് ഒന്ന് നീ കൊണ്ട് കാണിച്ചേ എന്നാണ് അടുത്തതായിട്ട് മിസ്സിസ് ക്ലിഫോർഡ് പറയുന്നത്. ഹാസ് യുവർ ബ്രദർ സെൻഡ് യു എ റിംഗ്? ഐ ആസ്ക്ഡ് ഹെർ. ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് എ റിംഗ് ഇറ്റ് ഈസ്. അപ്പോൾ ഇദ്ദേഹം വളരെ ആകാംക്ഷയോട് പറയാണ്, നിന്റെ സഹോദരൻ നിനക്ക് റിംഗ് തന്നോ? ഒന്ന് കാണട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എടുത്തുകൊണ്ട് വരൂ എന്നാണ് നമ്മുടെ ഈ ഒരു ഗുപ്ത പറയുന്നത്. ഇറ്റ്സ് എ മാജിക് റിംഗ്, മാഗി എക്സ്പ്ലെയിൻ. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. ഒരു ഇന്ത്യയിലുള്ള ഒരു യോഗിയാണ് എൻ്റെ ചേട്ടനായ ഫ്രാങ്കിന് ഈ ഒരു മോതിരം കൊടുത്തത്. ഒരു മാജിക് റിംഗ് ആണിത് എന്നുള്ള രീതിയിൽ മാഗി എക്സ്പ്ലെയിൻ ചെയ്തു. ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ്. ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ്. എന്നിട്ട് അവൾ പറയാണ്, ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ദി ഫ്യൂച്ചർ ഇൻ ഇറ്റ്. ഈ മോതിരത്തിലേക്ക് നോക്കുമ്പോൾ താങ്കൾക്ക് പാസ്റ്റ് ഫ്യൂച്ചറും ഒക്കെ കാണാൻ സാധിക്കുമോ എന്ന് നോക്കാവോ എന്നുള്ള രീതിയിൽ അവൾ ആ മോതിരം കൊടുത്തു. ഐ ഹാഡ് ഹിയർഡ് എ ലോട്ട് അബൌട്ട് ക്രിസ്റ്റൽ ഗേസിംഗ്. എ ക്രിസ്റ്റൽ വാസ് സെറ്റ് ഇൻ എ റിംഗ്. ഐ ടുക്ക് ഇറ്റ് അപ്പ് ആൻഡ് എക്സാമിൻഡ് ഇറ്റ് ആണേ. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു? ക്രിസ്റ്റൽ ഗേസിങ്ങിനെ കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. ക്രിസ്റ്റൽ ഗേസിംഗ് എന്ന് പറഞ്ഞാൽ സ്ഫടിക നോട്ടം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഫടികം പോലെ, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ഫടികം പോലെ പൊട്ടുന്ന പളുങ്ക് പാത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെയുള്ള ഒരു നോട്ടം അദ്ദേഹം ആ ഒരു റിങ്ങിലേക്ക് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് അവളുടെ വിശ്വാസം. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ആ മോതിരം വാങ്ങിയിട്ട് ഒരു ക്രിസ്റ്റൽ ഗേസിങ്ങോടുകൂടി അതിനെ എക്സാമിൻ ചെയ്യുകയാണ്. When Frank sent the ring, Mrs. Clifford said, he wrote that if you concentrate on a distant person as you gaze into it, you will be able to see him and what he is doing. This is what the yogi told Frank.
ഫ്രാങ്കിനോട് ഈ യോഗി പറഞ്ഞു കൊടുത്തത്, ഈ മോതിരം നീ സൂക്ഷിച്ചു വെക്കണം, നീ എവിടെ പോയാലും നിന്റെ വീട്ടുകാർക്ക് ഈ മോതിരത്തിനുള്ളിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണാൻ സാധിക്കും, നീ എവിടെയാണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഒക്കെ എത്ര ദൂരെ ആയാലും കാണാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ആ യോഗി എൻ്റെ ചേട്ടന് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ മിസ്സസ് ക്ലിഫോർഡ് തൻ്റെ മകന് പറഞ്ഞു കൊടുത്തതെന്ന് മിസ്സസ് ക്ലിഫോർഡ് പറയുകയാണ്. മാഗി ആൻഡ് ഐ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ഇറ്റ്. മാഗി ഞാനും കൂടി എന്ത് ചെയ്തു, ആ ഒരു മോതിരത്തിലേക്ക് നോക്കി. അഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും നോക്കി. ബിക്കോസ് വി ഹാവ് നോട്ട് ഹാഡ് എനി ന്യൂസ് ഓഫ് ഫ്രാങ്ക്സ് ഫോർ എ ലോങ് ടൈം. കാരണം ഫ്രാങ്കിനെ കുറിച്ച് ഒരു വിവരവും ഒരു വാർത്തയും ഇതുവരെ വന്നിട്ടില്ല. ഫ്രാങ്ക് അവിടെ ആ സ്ഥലത്താണെന്ന് മാത്രം അറിയാം. അവൻ എന്താണ് സംഭവിച്ചതെന്നോ അവൻ ജീവനോടെ ഉണ്ടോ എന്നോ ഉള്ള ഒരു കാര്യം ഈ വീട്ടുകാർക്ക് അറിയത്തില്ല. അപ്പോൾ അവരുടെ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്തുക, അദ്ദേഹത്തിന് ഈ മോതിരം കാണിക്കുക എന്നുള്ളതാണ്. സോ അവർ ഈ മോതിരം കാണിച്ചിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ മോനെ കുറിച്ച് നിനക്ക് പറയാൻ പറ്റുമെന്ന് മിസ്സസ് ക്ലിഫോർഡ് ചോദിക്കുകയാണ്. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. പക്ഷേ ഞങ്ങൾക്കൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. വൈ ഡോണ്ട് യു ട്രൈ, യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ അവർ പറയാണ്, താങ്കൾക്ക് എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, ഒന്ന് ശ്രമിച്ചു നോക്കൂ, താങ്കൾ ഒരു ഹിന്ദു അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഐ റിയലൈസ്ഡ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർസ്റ്റിഷൻ ബിലീഫ്സ്, അതായത് അന്ധവിശ്വാസങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം തിരിച്ചറിയുകയാണ്. കാര്യം ഇന്ത്യക്കാരനായിട്ടുള്ളൊരു യോഗിയാണല്ലോ ഇത് ഫ്രാങ്കിന് കൊടുത്തത്. ഐ ഡിഡ് നോട്ട് ഹാവ് ദ ഹാർട്ട് ടു ടെൽ ദ മദർ ആൻഡ് ഡോട്ടർ ദാറ്റ് ദ റിംഗ് വാസ് നത്തിങ് മച്ച്. ഈ മോതിരത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് അമ്മയും മകളെയും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റുന്നില്ല, അവരത് വിശ്വസിക്കത്തില്ല. ബ്രാസ് വിത്ത് എ പീസ് ഓഫ് ഓർഡിനറി ഗ്ലാസ് ടക്ക് ഇൻ ടു ഇറ്റ്. ഇതൊരു ബ്രാസ് വെച്ച് ഒരു വെങ്കലം കൊണ്ട് നിർമ്മിച്ച ഒരു മോതിരമാണ്. അതിനുള്ളിൽ ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു കല്ലുപോലെ നിർമ്മിച്ച ഒരു ഭാഗമുണ്ട്, അതായത് ഒരു കല്ലുകൊണ്ടുള്ള മോതിരം. They believed their Frank had sent them a new and miraculous thing from a distant land, a dream India. അതായത് ഇന്ത്യയിലെ ഒരു യോഗിയാണ് ഈ ഫ്രാങ്കിന് ഈ മോതിരം സമ്മാനിച്ചത്. അപ്പോൾ ആ മോതിരമാണ് വീട്ടുകാർക്ക് ആര് കൊടുത്തത്, ഫ്രാങ്ക് കൊടുത്തത്. അപ്പോൾ ആ ഒരു മോതിരത്തെ വിശ്വസിച്ചാണ് ഈ വീട്ടുകാരിവിടെ ജീവിക്കുന്നത്. ഹൗ കുഡ് ഐ ഷാറ്റർ their faith. അവരുടെ വിശ്വാസം എങ്ങനെ എനിക്ക് തകർക്കാൻ കഴിയും? അവർ അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ കയറിയത് അതൊന്നും ഇങ്ങനൊന്നും അല്ല, ഈ ഒരു മോതിരം സാധാ ഒരു മോതിരമാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. സോ ഐ കുഡിൻറ്റ് ഷാറ്റർ their faith. എനിക്ക് അവരുടെ വിശ്വാസം തകർക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ഗുപ്ത വിചാരിക്കുകയാണ്. Urged by Mrs. Clifford's and Maggie, I took the ring into my hand and stared at it intensely for a long time. ഞാൻ എന്ത് ചെയ്തു, മിസ്സസ് ക്ലിഫോർഡിൻ്റെയും മാഗിയുടെ അനുവാദത്തോടു കൂടി ആ മോതിരം എടുത്തിട്ട് അതിൻ്റെ കയ്യിൽ വെച്ച് വളരെ ഇൻറ്റൻസ്ലി ആയിട്ട് വളരെ സൂക്ഷിച്ച് ഞാൻ ആ മോതിരത്തിലേക്ക് നോക്കി. ഐ കനോട്ട് സീ എനിത്തിങ്. എനിക്കൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഐ എക്സ്ക്ലെയിംഡ് അറ്റ് ലാസ്റ്റ്. ഞാൻ അതിശയിച്ചു പോയി. ഗിവിങ് അപ്പ്. ഞാനതവിടെ ഉപേക്ഷിച്ചു. അതായത് ആ മോതിരം എനിക്കിനി ആവശ്യമില്ലല്ലോ, അതുകൊണ്ടൊരു പ്രയോജനമില്ല, അവർക്കും ഇല്ല പ്രയോജനം, ഇദ്ദേഹത്തിനും ഇല്ല പ്രയോജനം, സാധാ ഒരു മോതിരമാണത്. ദ മദർ ആൻഡ് ഡോട്ടർ വെയർ ഡിസപ്പോയിൻറ്റഡ്. ആ ഒരു അമ്മയ്ക്കും മകൾക്കും എന്തായി, വളരെയധികം നിരാശ തോന്നി ഇദ്ദേഹം ഇങ്ങനെ കാണിച്ചപ്പോൾ. എങ്ങനെ കാണിച്ചപ്പോൾ, വലിച്ചെറിഞ്ഞിട്ട് പോയതൊന്നുമല്ല, ആ ഒരു മോതിരം എക്സാമിൻ ചെയ്തപ്പോൾ അദ്ദേഹം ഒന്നും കാണാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം അത് അവിടെ തന്നെ വെച്ചിട്ട് പോയപ്പോഴത്തേക്കും ആ അമ്മയ്ക്കും മകൾക്കും വളരെയധികം നിരാശ തോന്നി. കാരണം അവരുടെ മകനെക്കുറിച്ച് എന്തെങ്കിലും അറിയണ്ടേ. ടു ചേഞ്ച് ദ സബ്ജക്റ്റ്, ആ ഒരു സബ്ജക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഐ സെഡ് ഹിയർ ഈസ് എ വയലിൻ, ഇറ്റ് ഈസ് യുവേഴ്സ് ഇസിൻറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞു, ഇതാ ഇവിടെ ഒരു വയലിൻ ഇരിക്കുന്നല്ലോ, ഇത് നിൻ്റെയാണോ എന്ന് ആര് ചോദിച്ചു? നമ്മുടെ ഗുപ്ത അവളോട് ചോദിക്കുകയാണ്, മാഗിയോട് ചോദിക്കുകയാണ്. യെസ്, മിസ്സസ് ക്ലിഫോർഡ് ആൻസേർഡ്. മിസ്സസ് ക്ലിഫോർഡാണ് മറുപടി പറഞ്ഞത്, അതെ. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. മാഗി കുറച്ചൊക്കെ എന്ത് ചെയ്യും, കുറച്ചൊക്കെ വയലിൻ വായിക്കാറുണ്ട്. മാഗി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടാവോ, വയലിൻ വായിക്കാവോ എന്ന് അമ്മ ചോദിക്കുകയാണ്. ഓ മദർ, മാഗി ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ പ്രൊട്ടസ്റ്റ്. ഓ മദർ, ഓ വേണ്ട എന്നുള്ള രീതിയിൽ ആര് പറയുന്നു? മാഗി പറയുന്നു. അവൾക്ക് ഒരു നാണം. മാഗി, ഐ പ്ലീഡഡ്, പ്ലീസ് പ്ലേ സംതിങ്. ഐ ആം വെരി ഫോണ്ട് ഓഫ് വയലിൻ. ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം അബൌട്ട് യുവർ ഏജ്. ഷീ യൂസ് ഇറ്റ് ടു പ്ലേ ഫോർ മീ. അപ്പോൾ നമ്മുടെ ഗുപ്ത പറയാണ്, നിൻ്റെ പ്രായത്തിലുള്ള ഒരു സഹോദരി എൻ്റെ വീട്ടിലുണ്ട്, അവൾ സ്ഥിരമായിട്ട് വയലിൻ വായിക്കാറുണ്ട്, എനിക്കതുകൊണ്ട് ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നീ ഒന്ന് വായിക്കുമോ എന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ദ വേ ഐ പ്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസണിങ് ടു, മാഗി സെഡ്. ഓ, ഞാൻ വായിക്കുന്നത് അത്ര കേൾക്കാനൊന്നും രസമില്ല എന്നുള്ള രീതിയിൽ മാഗി മറുപടി പറയുന്നു. മൈ എൻറ്റിറ്റീസ് അറ്റ് ലാസ്റ്റ് പെർസ്വേഡഡ് ഹെർ ടു പ്ലേ. ഞാനിങ്ങനെ അപേക്ഷിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അപേക്ഷിച്ചു. പെർസ്വേഡഡ് എന്ന് പറഞ്ഞാൽ
അനുനയിപ്പിക്കുക, അതായത് അവളെ അപേക്ഷിച്ച് അവളെ ഒന്ന് അന്വയത്തിലാക്കി. എന്നിട്ട് അപ്പോൾ ഐ ഡു നോട്ട് നോ മെനി പീസസ് ഷീ സെഡ്, അവൾ പറഞ്ഞു എനിക്ക് ഒരുപാട് ട്യൂണൊന്നും അറിയത്തില്ല, ഞാൻ പറ്റുന്നത് പോലെയൊക്കെ വയലിൻ വായിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ കേട്ട് അന്വയിപ്പിച്ചപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു. ആൻഡ് വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ, താങ്കൾക്ക് എന്ത് കേൾക്കാനാണ് ഇഷ്ടം? അപ്പോൾ അദ്ദേഹം പറയാണ്, ഷാൾ ഐ ചൂസ് സംതിങ്? ഓൾ റൈറ്റ് ദെൻ ഗീവ് മീ യുവർ മ്യൂസിക്, ലെറ്റ് മീ സീ വോട്ട് യു ഹാവ്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ, നീ ഏതെങ്കിലും ഒരു ട്യൂണിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് വെച്ചിട്ട് നീ ഒന്ന് വയലിൻ പ്ലേ ചെയ്തേ. Maggie brought out an old music case bound in black leather and I opened it. ഒരു ഓൾഡ് മ്യൂസിക് കേസ് അവൾ എടുത്തിട്ട് ഒരു ബ്ലാക്ക് ലെതർ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ഓൾഡ് മ്യൂസിക് കേസ് അവൾ എടുത്തു. അതെടുത്തിട്ട് അതിലെ ട്യൂൺ നോക്കി അവൾ വായിക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തത് ആരാ? നമ്മുടെ ഗുപ്തയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി പീസസ് വെയർ ലൈറ്റ് എയേഴ്സ് ലൈക്ക് ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണിസക്കിൾ ആൻഡ് ബി എക്സെട്ര. അതിനകത്തുള്ള വരികളാണത്. There were a few really good, though old-fashioned ones, things like Robin Adair, Annie Laurie, The Last Rose of Summer, etc. ഫേമസ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസിൻ്റെയൊക്കെ പാട്ടുകളാണത്. There were several Scotch songs, അതുപോലെ തന്നെ കുറച്ച് സ്കോച്ച് സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. So I selected the Bluebells of Scotland. സ്കോട്ട്ലാൻഡിൻ്റെ ബ്ലൂ ബെല്ല് എടുത്തു ആൻഡ് ഹാൻഡഡ് മാഗി ദ മ്യൂസിക്. ബ്ലൂ ബെൽസ് എന്ന് പറയുന്ന ആ ഒരു സോങ് ആണ് മാഗിക്ക് പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തത്. മാഗി പ്ലേഡ് ആൻഡ് ഐ ഹംഡ് ദ ട്യൂൺ ടു മൈസെൽഫ്. അങ്ങനെ ആ ബ്ലൂ ബെൽസിൻ്റെ ടോണിൽ അവളിങ്ങനെ വയലിൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതിനോടൊപ്പം ഇങ്ങനെ മൂളി, പാട്ടിങ്ങനെ മൂളി. വെൻ ദ സോങ് വാസ് ഓവർ ഐ പ്രൈസ്ഡ് ഹെർ പ്ലേയിങ് ലാവിഷ്ലി ആസ് ഐ താങ്ക്ഡ് ഹെർ. അവൾ ആ ഒരു വയലിൻ വായിച്ചു തീർന്നപ്പം ഇദ്ദേഹം അവളെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു, അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. മാഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി. മാഗിക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. മിസ്സസ് ക്ലിഫോർഡ് സെഡ്, മിസ്സസ് ക്ലിഫോർഡ് പറഞ്ഞു, ഷീ ഹാസ് ലേൺഡ് വാട്ട് ഷീ നോസ് ബൈ ഹെർസെൽഫ്. അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൾ സ്വയം പഠിച്ചെടുത്തതാണ്, അല്ലാതെ അവളെ ആരും പഠിപ്പിച്ചതല്ല എന്ന് മിസ്സസ് ക്ലിഫോർഡ് പറഞ്ഞു. ഇഫ് അവർ സർക്കംസ്റ്റാൻസസ് എവർ ഇംപ്രൂവ് ഐ ഷാൾ അറേഞ്ച് ഫോർ ഹെർ ടു ഹാവ് ലെസൺസ്. അവൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞാൻ അവളെ തീർച്ചയായിട്ടും പഠിപ്പിക്കും. ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫിൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. തിരിച്ചു വരുന്ന വഴിക്ക് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. ദ ഇൻസിഡൻറ്റ് ടച്ച്ഡ് മീ വെരി ഡീപ്ലി. അവരുടെ ആ ഒരു അവസ്ഥ, ആ ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിലെ അമ്മയുടെ മകളുടെ ആ ഒരു അവസ്ഥയൊക്കെ എൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അവരുടെ ആ ഒരു ഇൻസിഡൻ്റൊക്കെ ടച്ച് ചെയ്തു. 3 months passed. അങ്ങനെ 3 മാസം കഴിഞ്ഞു. I visited Maggie and her mother several times at their home and took Maggie to see the zoo once. അതായത് പല ദിവസങ്ങളിലും ഞാൻ മാഗിയുടെ വീട്ടിൽ പോയി മാഗി അമ്മയൊക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ 3 മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കൊക്കെ മാഗിയും കൊണ്ട് പുറത്ത് പോയി സൂ ഒക്കെ, മൃഗശാലയൊക്കെ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഷീ റോഡ് ദ എലിഫൻറ്റ് ഇന്ത്യൻ രാജ ലൈക്ക് ഓൾ ദി അതർ ബോയ്സ് ആൻഡ് ഗേൾസ്. മറ്റുള്ള ബോയ്സും ഗേൾസും ഒക്കെ ചെയ്യുന്നത് പോലെ അവൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, എലിഫൻറ്റിനെ ഇന്ത്യൻ രാജ എന്നായിരുന്നു വിളിക്കുന്നത്. ഷീ റോഡ് ദ എലിഫൻറ്റ് ആൻഡ് ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്. അവൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. പക്ഷേ അവളുടെ ബ്രദറിൽ നിന്ന് അവൾക്ക് ഒരു വാർത്തയും കിട്ടിയിരുന്നില്ല. ബ്രദറിനെ കുറിച്ച് ഒരു അറിവും അവളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് പോലും അവർക്കാർക്കും അറിയില്ല. അർജ്ഡ് ബൈ മിസ്സസ് ക്ലിഫോർഡ് ഐ വെന്റ് ടു ഇന്ത്യ ഹൗസ് വൺ ഡേ ആൻഡ് മെയ്ഡ് എൻക്വയറീസ്. അതായത് ഇവളുടെ ബ്രദറിനെ കുറിച്ച് ഒരു ന്യൂസും ഉണ്ടായിട്ടില്ല. അർജ്ഡ് ബൈ മിസ്സസ് ക്ലിഫോർഡ് ഐ വെന്റ് ടു ഇന്ത്യ ഹൗസ് വൺ ഡേ ആൻഡ് മെയ്ഡ് എൻക്വയറീസ്. അങ്ങനെ മിസ്സസ് ക്ലിഫോർഡ് എപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടാലും മകനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഇന്ത്യ ഹൗസിൽ പോയിട്ട് എൻക്വയറി ചെയ്യാൻ തീരുമാനിച്ചു, അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഐ വാസ് ടോൾഡ് ദ റെജിമെൻറ്റ് ടു വിച്ച് ഫ്രാങ്ക് ബിലോങ്ഡ് വാസ് ഫൈറ്റിംഗ് ഓൺ ദി നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ. അതായത് നോർത്ത് വെസ്റ്റിലെ ശത്രുക്കളുമായിട്ട് ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെട്ട നമ്മുടെ ഫ്രാങ്ക് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ റെജിമെൻറ്റിലുള്ള മറ്റ് സോൾജേഴ്സിനോട് തിരക്കിയിരുന്നു. മിസ്സസ് ക്ലിഫോർഡ് ബിക്കേം എക്സ്ട്രീംലി വറീഡ് വെൻ ഷീ ഹേർഡ് ഇറ്റ്. മിസ്സസ് ക്ലിഫോർഡ് ഒരു കാര്യം കേട്ട് വളരെയധികം വറീഡായിപ്പോയി, ദുഃഖത്തിലായിപ്പോയി. എന്താണ് അവിടെ കേട്ടതെന്നുള്ള കാര്യം പറയുന്നില്ല. വൺ ഡേ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. ഒരു ദിവസം മാഗിയുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് കാർഡ് ലഭിച്ചു.
മാഗി എഴുതിയൊരു ലെറ്റർ കിട്ടി. ഷീ റോട്ട് ഡിയർ മിസ്റ്റർ ഗുപ്ത. അവൾ എഴുതിയത് എന്താണ്? ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. എൻ്റെ അമ്മ വളരെയധികം അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. എനിക്ക് ഈ ആഴ്ചയായിട്ട് ഒരു വർക്കിന് പോലും പോകാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമല്ലേ, അതുകൊണ്ട് എനിക്ക് വർക്കിനൊന്നും പോകാൻ പറ്റുന്നില്ല. വി ഷാൾ ബി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ടേക്ക് ദി ട്രബിൾ ടു കം ടു സീ ആസ് മാഗി. എന്നിട്ട് മാഗി പറയുകയാണ്, താങ്കളൊന്ന് വന്ന് എൻ്റെ അമ്മയൊന്ന് കാണുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഒന്ന് കാണാമോ എന്നുള്ള റിക്വസ്റ്റോടു കൂടിയാണ് കത്ത് ചുരുക്കുന്നത്. അവസാനം മാഗി എന്ന് കൊടുത്തിട്ടുണ്ട്. മാഗിയാണ് ഈ കത്ത് എഴുതുന്നത് അല്ലേ. ഐ ഹാഡ് ടോൾഡ് ദി ഫാമിലി വിത്ത് ഹൂം ഐ ലിവ്ഡ് അബൌട്ട് മാഗി ആൻഡ് ഹെർ മദർ. ഞാൻ എൻ്റെ ഫാമിലിയോട് മാഗിയെക്കുറിച്ചും മാഗിയുടെ അമ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ദ ലെറ്റർ. ഈ കത്തിനെ കുറിച്ചും ഞാൻ എന്ത് ചെയ്തു? ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് പറഞ്ഞു. മൈ ഹോസ്റ്റസ് സെഡ് വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു ആൻഡ് ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. അപ്പോൾ അവിടെ ആ വീട്ടുകാരെന്താ പറഞ്ഞത്? താങ്കൾ എന്തായാലും അവളെ കാണാൻ പോവുകയല്ലേ, അവൾ ഒരാഴ്ചയായിട്ട് പണിക്കൊന്നും പോകുന്നില്ലല്ലോ, അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമല്ലേ, അതുകൊണ്ട് അവൾക്ക് പൈസയൊന്നും കാണില്ല, അതുകൊണ്ട് കുറച്ച് പൈസയും കൂടെ എടുത്തുകൊണ്ട് വേണം പോകാനെന്ന് ആ വീട്ടുകാർ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ വെയർ ഹാർഡ് അപ്പ്. ഇത് അവർക്ക് ഒരു പക്ഷേ ഒരു റിലീഫായിരിക്കും എന്നുള്ള രീതിയിൽ ഈ ഹോസ്റ്റസ് എന്ത് ചെയ്തു? ആ ഒരു വീട്ടുകാർ ഈ ഒരു മിസ്റ്റർ ഗുപ്തയോട് പറഞ്ഞു പൈസ കൊണ്ടുപോകണമെന്ന്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ജേണി എന്നാണ്. അത് പഠിച്ചു വെച്ചേക്കണം. സെറ്റ് ഔട്ട്, സ്റ്റാർട്ട് എ ജേണി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇദ്ദേഹം ഒരു യാത്ര ആരംഭിച്ചു. എങ്ങോട്ടൊക്കെയാണ്? ലാംബത്തിലേക്ക്. ലാംബത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ. അങ്ങനെ ആ വീട്ടിലെത്തി, കതവിന് മുട്ടി. മാഗി ഓപ്പൺഡ് ഇറ്റ്. മാഗി വന്ന് കതവ് തുറന്നു. ഷി വാസ് ലുക്കിംഗ് മച്ച് പുൾ ഡൗൺ ആൻഡ് ഹെർ ഐസ് വെയർ ഹോളോ ആൻഡ് റിങ്ഡ്. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം ഞെട്ടിപ്പോയി. എന്താ ഞെട്ടിപ്പോയത്? അവളുടെ കണ്ണൊക്കെ കുഴിഞ്ഞു പോയിട്ടുണ്ട്. കാര്യം എന്താ? അവൾ ജോലിക്കൊന്നും പോവാതെ ദുഃഖവും ഉണ്ട് അവളുടെ മനസ്സിൽ അമ്മയെ നോക്കുന്നതിൻ്റെ. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷീ എക്സ്ക്ലൈംഡ് വെൻ ഷീ സോ മീ ആൻഡ് ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. എന്നിട്ട് അവൾ എന്നോട് എന്താ പറഞ്ഞത്? താങ്ക് യു മിസ്റ്റർ ഗുപ്ത. അതായത് അദ്ദേഹം ഇത്രയും ദൂരം സഞ്ചരിച്ച് അവളെ കാണാൻ വേണ്ടിയിട്ട് ചെന്നല്ലേ, അപ്പം അതുകൊണ്ട് താങ്ക്സ് പറഞ്ഞു. ഹൗ ഈസ് യുവർ മദർ മാഗി? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പം അമ്മയ്ക്ക് എന്ന് ചോദിച്ചു. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. അമ്മ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയാണ്. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. അവളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ്. ആൻഡ് ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹെർ ആൻസൈറ്റി ഓവർ ഫ്രാങ്ക്. ഡോക്ടർ പറഞ്ഞത് മകനായ ഫ്രാങ്കിനെ കുറിച്ചുള്ള ആൻസൈറ്റിയാണ് ഈ ഒരു അസുഖത്തിൻ്റെ പിന്നിൽ. അതായത് മകൻ എവിടെയാണ് എന്താണ് എന്നും അറിയാതെ ഒരമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ ബുദ്ധിമുട്ടാണ്, ആ ഒരു മനസ്സിലെ സങ്കടം നിറഞ്ഞാണ് ഇവർക്ക് അസുഖം ഉണ്ടായതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നതെന്ന് അവൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം എറ്റ്. എന്നിട്ടും ഫ്രാങ്കിനെ കുറിച്ചൊരു ന്യൂസും ഇതുവരെ കിട്ടിയിട്ടില്ല. ഷീ മേ നോട്ട് ലിവ്. ഓക്കെ, ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അവിടെ ഷീ മേ നോട്ട് ലിവ് എന്നല്ല വരേണ്ടത്, ഹി മേ നോട്ട് ലിവ്. ചിലപ്പോൾ അദ്ദേഹം ജീവനോടെ പോലും ഉണ്ടായിരിക്കില്ല. ഐ ട്രൈഡ് ടു കൺസോൾ മാഗി. ഞാൻ മാഗിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൺസോൾ ചെയ്യാൻ, ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. എൻ്റെ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു. മാഗി കൺട്രോൾഡ് ഹെർസെൽഫ് വിത്ത് ആൻ എഫേർട്ട് ആൻഡ് സെഡ്. മാഗി സ്വയം കൺട്രോൾ ചെയ്തു, കണ്ണീരൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പറയാണ്, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് യു ഫ്യൂ മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്ത, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ് മാഗി? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, എന്താ അത്? കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസേർഡ്. ഞങ്ങളുടെ സിറ്റിംഗ് റൂമിലേക്ക് വരൂ, ഞാനപ്പം പറയാം താങ്കളോട് എന്താ കാര്യമെന്ന്. വി ടിപ്ടോയ്ഡ് കെയർഫുള്ളി ഇൻ ടു ദ സിറ്റിംഗ് റൂം ലെസ്റ്റ് ദ സൗണ്ട് ഓഫ് അവർ ഫുഡ് സ്റ്റെപ്സ് ഷുഡ് ഡിസ്റ്റർബ് ദ സിക്ക് വുമൺ. അതായത് അമ്മ അപ്പുറത്ത് അസുഖം പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പതിയെ ചുവടുകൾ വെച്ചാണ് ഇവർ സ്റ്റെയർ കയറി മുകളിൽ പോയി ആ സിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നത്. ഐ ടേൺഡ് വെൻ ഐ റീച്ച്ഡ് ദ സെൻറ്റർ ഓഫ് ദി റൂം ആൻഡ് റിമെയിൻഡ് സ്റ്റാൻഡിങ് ദെയർ. ഞാൻ ആ റൂമിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ട് അവിടെ നിന്നു. വാട്ട് ഈസ് ഇറ്റ് മാഗി? ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ എന്നിട്ട് അവളോട് ചോദിച്ചു, എന്താ മാഗി, എന്താ പറ എന്ന് പറഞ്ഞു. മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് ബെസീജിങ് ഐസ്. മാഗി എന്ത് ചെയ്തു? എൻ്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. എന്നിട്ട് കെഞ്ചുകയാണ്, അവൾ കേഴുകയാണ്. ബെസീജിങ് എന്ന് പറഞ്ഞാൽ കെഞ്ചിക്കൊണ്ട് പറയുക, അതായത് റിക്വസ്റ്റ് ചെയ്യുക. പൊളൈറ്റ് റിക്വസ്റ്റിനെയാണ് നമ്മൾ ബെസീജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ എന്താണ് നിഴലിക്കുന്നത്? ഒരു
കെഞ്ചി സംസാരിക്കത്തില്ലേ, റിക്വസ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു രീതിയായിരുന്നു അവളുടെ കണ്ണുകളിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. ഐ വെയിറ്റഡ്, ഞാൻ അവൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ ഷീ കവേർഡ് ഹെർ ഫേസ് വിത്ത് ഹെർ ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ് സൈലൻ്റ്ലി. അവൾ രണ്ട് കൈകളും വെച്ച് അവളുടെ മുഖം പൊത്തിയിരുന്നിട്ട് വളരെ പതിയെ, വെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കരയിഞ്ഞു. അവൾ കണ്ണൊക്കെ പൊത്തി കൈകൊണ്ട് മൂടി എന്ത് ചെയ്തു, മുഖം മറച്ചിരുന്ന് കരയാൻ തുടങ്ങി. ഐ വാസ് ഇൻ എ ഫിക്സ് ആൻഡ് വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്. ഞാനങ്ങ് സ്തംഭിച്ചു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ ഈ കുട്ടിയെ ഒന്ന് സമാശ്വസിപ്പിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദി ഫ്രോണ്ടിയർ. അവളുടെ ആ ഒരു ചേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. സോൾജിയർ അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ശത്രുരാജ്യവുമായി ഏറ്റുമുട്ടേണ്ടതായിട്ടൊക്കെ വന്നു. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് എലൈവ് ഓർ ഡെഡ്. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ആ ഒരു ഫ്രാങ്ക് എന്ന് പറയുന്ന ആള് അവിടെ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് ദൈവത്തിന് മാത്രമേ ഇപ്പോൾ അറിയാവൂ. ഹെർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ ദ എർത്ത്. ഈ ഭൂമിയിൽ ഇപ്പോൾ അവൾക്ക് ആര് മാത്രമേ ഉള്ളൂ, അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ വാട്ട് വുഡ് ഹാപ്പൻ. അവളുടെ അമ്മ മരിച്ചു പോയാൽ പിന്നെ അവൾക്ക് ആരാണുള്ളത്? വാട്ട് വുഡ് ഹാപ്പൻ, എന്ത് സംഭവിക്കും? വെയർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദി ത്രഷോൾഡ് ഓഫ് അഡോളസൻസ് ഗോ. അവളിപ്പം അഡോളസൻസ് സ്റ്റേജിലാണ്. അഡോളസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവൾ ടീനേജിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ഈ ഒരു ചിന്തകളൊക്കെ നമ്മുടെ ഗുപ്തയുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് അവേ ഫ്രം ഹെർ ഫേസ്. ഞാൻ അങ്ങനെ പതിയെ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ ഫേസിലേക്ക് നോക്കിയിട്ട് അവളുടെ കൈകൾ പതിയെ എടുത്ത് മാറ്റി. മാഗി, ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. നീ എന്താ ആഗ്രഹിക്കുന്നത് അത് പറയൂ. ഇഫ് ദർ ഈസ് നത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. നിനക്കൊരു മടിയും വേണ്ട, നീ എന്നോട് പറയൂ എന്താ കാര്യം എന്ന്, ഞാൻ നിന്നെ സഹായിക്കാം. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞാലോ എന്ന് മിസ്റ്റർ ഗുപ്ത അവളോട് പറഞ്ഞു. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദി റിക്വസ്റ്റ് ഐ ആം ഗോയിങ് ടു മേക്ക്. പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ വളരെ തെറ്റായൊരു കാര്യമാണ്. ഐ ആം ഗോയിങ് ടു മേക്ക്, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നു. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് യു വിഷ് ടു ആസ്ക്. നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പറയൂ എന്ന് മിസ്റ്റർ ഗുപ്ത വീണ്ടും വീണ്ടും അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. All day yesterday, mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. Okay, all day yesterday, mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. അമ്മ പറയുന്നത് ഇതാണ്, താങ്കൾ ഇന്നാൾ വന്നപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള മോതിരം എടുത്ത് നോക്കിയിട്ട് അതിനുള്ളിൽ ഫ്രാങ്കിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു, ഷീ സെഡ്. ഇഫ് ഓൺലി ഹി വുഡ് കം, ഷീ സെഡ്, ദാറ്റ് ഈസ് വൈ ഐ റോട്ട് യു. താങ്കളൊരു ഹിന്ദു അല്ലേ, അപ്പോൾ താങ്കൾക്ക് ആ ഒരു മോതിരത്തിലൂടെ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ പറയൂ, ഇപ്പോൾ എൻ്റെ ചേട്ടന് എന്താ പറ്റിയെന്ന് താങ്കൾ പറയൂ. ദാറ്റ് ഈസ് വൈ ഐ റോട്ട് യു. അതുകൊണ്ടാണ് താങ്കൾക്ക് ഞാൻ ഈ ലെറ്റർ അയച്ചത്, താങ്കൾ ഇവിടെ വരാൻ, ഒന്നുകൂടി ആ ഒരു ക്രിസ്റ്റൽ റിങ് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ, ഗോ ആൻഡ് ബ്രിങ് മീ ടു ദ റിങ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, തീർച്ചയായിട്ടും ഞാനത് നോക്കാം, നീ മോതിരം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മീൻഡ്. ഐ വാസ് സൈലൻറ്റ്. അദ്ദേഹം വളരെ ശാന്തനായിട്ടിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം ആ മോതിരം എന്ന് പറയുന്നത് ഒരു സാധാരണ മോതിരമാണ്. ഓക്കെ, അപ്പോൾ ആ മോതിരത്തെ നോക്കി ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. പക്ഷെ അവളോട് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കത്തതുമില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മുടെ ഗുപ്ത അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റീഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ് ആണ്, സത്യം മാത്രമേ പറയത്തുള്ളൂ. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ്. താങ്കൾ if you could bring yourself to tell mother only once after looking into the crystal that Frank is all right. ഫ്രാങ്കിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ ഈ മോതിരം നോക്കിയിട്ട് താങ്കൾക്ക് അമ്മയോടൊന്ന് സംസാരിക്കാവോ? ദാറ്റ് ഈസ് ഹി ലിവ് എലൈവ്, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് എ ലൈ. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇതൊരു പക്ഷേ കള്ളമായിരിക്കാം നമ്മൾ അമ്മയോട് പറയാൻ പോകുന്നത്. ജീവനോടെ ഉണ്ട്, മകനൊരു കുഴപ്പമില്ലെന്നായിരിക്കാം നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് പറയാവോ? ഈ മോതിരം നോക്കിയിട്ട് അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് അവനൊരു കുഴപ്പമില്ല എന്നൊന്ന് പറയാവോ? വിൽ ഇറ്റ് ബി വെരി വെരി റോങ്. ഇത് വളരെ തെറ്റാണെന്ന് എനിക്കറിയാം. as she spoke, tears streamed from her eyes. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉതിർന്നു വീണു.
അപ്പോൾ ഇവളവിടെ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെങ്കിലും ആ മകനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് അസുഖം ബാധിച്ച് കിടക്കുന്ന തൻ്റെ അമ്മയെ രക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് അവൾ ഗുപ്തയോട് റിക്വസ്റ്റ് ചെയ്യാണ്, ആ മോതിരം എടുത്ത് വെച്ചിട്ട് താങ്കൾ പറയണം ഫ്രാങ്കിന് ഒരു അസുഖവും ബാധിച്ചിട്ടില്ല, അവനവിടെ സുരക്ഷിതനാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ അമ്മയ്ക്കുടെ അസുഖം മാറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവൾക്ക് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ കുടുകൂടാന്ന് വന്നത്. ഐ തോട്ട് ഇറ്റ് ഓവർ. ഐ ആം നോട്ട് വെരി വെർച്വസ്. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്. സോ ഐ ഡിസൈഡ് ടു ഡു ദിസ്. ഐ വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാം, ഞാനത് തീർച്ചയായിട്ടും ചെയ്യാം, ഞാൻ തീരുമാനിച്ചതാണ് ഈ മോതിരം നോക്കി പറയാന്നുള്ളത്. പ്ലീസ് മാഗി ഡോണ്ട് ക്രൈ. നീ കരയാതിരിക്കും മാഗി. വെർ ഈസ് ദ റിംഗ്? എന്തി റിംഗ്? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദിസ് ടൈം. നമുക്ക് ഒന്നുകൂടി ആ മോതിരത്തിലേക്ക് നോക്കാം. ഐ ഡു നോട്ട് സീ എനിത്തിങ്. ഐ ഷാൽ ഡു യു ആസ് യു സജസ്റ്റ്. നീ പറയുന്നത് പോലെ എനിക്കിതിനകത്ത് ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. എനിക്ക് ഈ മോതിരം നോക്കിയിട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. അദ്ദേഹം സത്യം പറയുകയാണ്, മോതിരം നോക്കിയിട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല, ഞാനിപ്പം അമ്മയോട് പറയാൻ പോകുന്നൊരു കള്ളമാണ്, അതിനെന്നോട് ദൈവം ക്ഷമിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മാഗി ബ്രോട്ട് മീ ദ റിംഗ്. ഐ ടുക്ക് ഇറ്റ് ഓൺ സെഡ് സീ ഇഫ് യുവർ മദർ ഈസ് അവേക്ക്. നീ പോയി നോക്കിയിട്ട് വാ, നിൻ്റെ അമ്മ ഉണർന്നോ ഇല്ലയോ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് മാഗി ആ മോതിരം കൊടുത്തു. ആ മോതിരം കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, അമ്മ ഉണർന്നോ എന്ന് പോയി നോക്കിയിട്ട് വരാൻ. 15 minutes passed before മാഗി came back. മാഗി ഒരു 15 മിനിറ്റിന് ശേഷം വന്നു. മദർ ഈസ് അവേക്ക്. മദർ ഉണർന്നിട്ടുണ്ട്. ഷീ സെഡ് ഐ ഹാവ് ടോൾഡ് ഹെർ യു ആർ ഹിയർ. അപ്പം മദർ ഉണർന്ന സമയത്ത് മാഗി പോയിട്ട് മാഗിയുടെ അമ്മയടുത്ത് പറഞ്ഞു, ഇവിടെ മിസ്റ്റർ ഗുപ്ത വന്നിട്ടുണ്ടെന്ന്. മേ ഐ സീ ഹർ നൗ? എനിക്ക് അമ്മയെ കാണാൻ സാധിക്കുമോ ഇപ്പോൾ? അപ്പം മാഗി പറയാണ്, പ്ലീസ് കം, വരൂ എന്ന് പറഞ്ഞു. ഐ അപ്രോച്ച്ഡ് ദ മദേഴ്സ് ബെഡ് സൈഡ്. അങ്ങനെ ഇദ്ദേഹം എവിടെ പോയി? അമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ പോയി. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ എന്താണ്? ആ മോതിരമുണ്ട്. വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ്. ഐ സെഡ് മിസ്സസ് ക്ലിഫോർഡ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, യുവർ സൺ ഈസ് അലൈവ്, ഹീ ഈസ് വെൽ. എന്നിട്ട് എന്താ പറയുന്നത്? താങ്കളുടെ മകൻ ജീവനോടെയുണ്ട്, അവന് ഒരു കുഴപ്പമില്ല, ഹീ ഈസ് വെൽ എന്ന് പറഞ്ഞു കൊടുത്തു. ദ ഓൾഡ് വുമൺ റേസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. അവർ പെട്ടെന്ന് കിടന്നിരുന്ന അവർ ആ തലയിണയിൽ നിന്നും തല ഉയർത്തി. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? ഷീ ആസ്ക്ഡ്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഈ ക്രിസ്റ്റൽ മോതിരത്തിൽ നിന്നാണ് താങ്കൾക്കിത് മനസ്സിലായത്? യെസ് മിസ്സസ് ക്ലിഫോർഡ്, ഐ ആൻസർഡ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ, ഐ ഹാവ് സീൻ ഇറ്റ്. ഒരു മടിയും കൂടാതെ അപ്പം നമ്മുടെ മിസ്റ്റർ ഗുപ്ത കള്ളം പറയുകയാണ്, ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഇതിലൂടെ നോക്കിയപ്പോഴാണ് കണ്ടത്, ഐ ഹാവ് സീൻ ഇറ്റ്, ഞാനത് കണ്ടു. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. അങ്ങനെ കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു? തിരിച്ച് ആ തലയണയിലേക്ക് തന്നെ കിടന്നു. ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. സന്തോഷത്തിൻ്റെ കണ്ണീര് അവരുടെ കണ്ണുകളിൽ നിന്ന് വന്നു. ഷീ വിസ്പേർഡ് ഫൈൻലി. അവൾ പതിയെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഗോഡ് ബ്ലസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഗുപ്തയോട് പറയുന്നുണ്ടായിരുന്നു പതിയെ. ആൻഡ് മിസ്സസ് ക്ലിഫോർഡ് റിക്കവേർഡ്. അങ്ങനെ മിസ്സസ് ക്ലിഫോർഡിൻ്റെ രോഗമൊക്കെ മാറി. അവരുടെ മൈൻഡ് സെറ്റായപ്പോഴേക്കും രോഗം മാറി. It was almost time for me to return to my country. I wished to go to Lambeth to say goodbye to Maggie and her mother. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് എൻ്റെ രാജ്യമായ ഇന്ത്യയിലേക്ക് പോകേണ്ടുന്ന സമയമായി. അതുകൊണ്ട് തന്നെ മാഗിയോടും മദറിനോട് ഗുഡ് ബൈ പറയാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ലാംബത്തിലേക്ക് എത്തിയിട്ട്, ലാംബത്ത് എന്ന് പറയുന്ന പ്ലേസിലാണല്ലോ മാഗിയുടെ വീട്, അവിടെ എത്തിയിട്ട് ഗുഡ് ബൈ പറയാൻ തീരുമാനിച്ചു. ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ആ ഒരു കുടുംബം മാഗിയുടെ അമ്മയും മോൺ ചെയ്യുന്നതാണ് കണ്ടത്, വിലപിക്കുന്നത്, കരയുന്നതാണ് കണ്ടത്. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദി ഫ്രോണ്ടിയർ. യുദ്ധത്തിൽ അവരുടെ മകനായ ഫ്രാങ്ക് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് അവർക്ക് കിട്ടി. അത് കേട്ടിട്ടാണ് അവർ കരയുന്നത്. എ മന്ത് എഗോ, ഒരു മാസം മുന്നെയാണ് മരിച്ചത്. മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഐ കാൽക്കുലേറ്റഡ് ഫ്രം ദി ഡേറ്റ് ആൻഡ് ഫൗണ്ട് ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഐ ടോൾഡ് ഹിസ് മദർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. അന്നൊരിക്കൽ ഇവള് വിളിച്ചിട്ട് നമ്മുടെ ഗുപ്ത മദറിനോടൊന്ന് കള്ളം പറയുന്നുണ്ടല്ലോ, അവൻ ജീവനോടെയുണ്ട്, അവനൊരു കുഴപ്പവുമില്ല അമ്മേ എന്നൊക്കെ പറയുമ്പോഴല്ലേ അവരുടെ അസുഖം മാറുന്നത്. അതിന് ഒരു മാസം മുന്നേ തന്നെ നമ്മുടെ ഫ്രാങ്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെറ്റർ മാർക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഗുപ്തയ്ക്ക് കിട്ടിയിരുന്നു. ഐ ഫെൽറ്റ് അഷേംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്. എനിക്ക് മിസ്സസ് ക്ലിഫോർഡിനെ കാണാൻ തന്നെ വളരെ ചമ്മലായിപ്പോയി. കാര്യം ഞാൻ കള്ളത്തരമാണല്ലോ പറഞ്ഞതെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം. അതുകൊണ്ട് പോയി കാണുന്നതിന് നല്ലത് ഒരു ലെറ്റർ അയക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. അതുപോലെ തന്നെ അവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടുന്നത്?
ഞാൻ ലണ്ടൻ വിട്ട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ അയക്കാമെന്ന് തീരുമാനിച്ചു. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോൺഡ്, അതായത് പിറ്റേ ദിവസം രാവിലെ ലണ്ടനിലെ ലാസ്റ്റ് ദിവസമാണ്. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്, രാത്രിക്ക് മുന്നേ എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലി ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നതായിട്ട് സൗണ്ട് കേട്ടു. എ മിനിറ്റ് ഓർ ടു ലേറ്റർ, 1-2 മിനിറ്റിന് ശേഷം ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്, അവിടുത്തെ ആ വീട്ടിലെ ജോലിക്കാരി വന്നിട്ട് പറഞ്ഞു, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ്സസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. മിസ്സസ് ക്ലിഫോർഡ് അവിടെ വന്നിപ്പോണ്ട് താങ്കളെ കാണാൻ. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്, ഞാനപ്പം ഞെട്ടിപ്പോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഫിനിഷ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, പകുതി കഴിച്ചോളൂ. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ, മാഗി എന്ത് ചെയ്തു, അവിടേക്ക് വന്നു, ഗുഡ് ബൈ പറഞ്ഞു. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദി ടേബിൾ. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ, അതായത് മാഗി ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു, മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ, മാഗി അവിടെ വന്നത് ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയാനാണ്. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ, അവൾ എന്താണ് ഓഫീസിൽ പോകാൻ താമസിച്ചു പോയി, കാരണം ഞാൻ കാരണമാണ്. ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ, ഞാൻ എന്ത് ചെയ്തു, ഹോസ്റ്റസിനോട് ചോദിച്ചിട്ട് ആ റൂമിൽ മാഗി കണ്ടപ്പോൾ എന്ത് ചെയ്തു, മാഗി അവിടെ ഇങ്ങനെ ഹാളിൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ ഞാൻ ഹോസ്റ്റസിനെ ചോദിച്ചിട്ട് മാഗിയോട് സംസാരിക്കാൻ പോയി. ഷി വാസ് വെയറിങ് ബ്ലാക്ക്, അവൾ ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഐ ടുക്ക് ഹെർ ഇൻ ടു ദ അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മേഡ് ഹെർ സിറ്റ് ഡൗൺ, അവളെ ഞാൻ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി. ആർ യു ലീവിങ് ടുഡേ, ഷീ ആസ്ക്ഡ്, താങ്കൾ ഇവിടുന്ന് പോവുകയാണോ എന്ന് അവൾ ചോദിച്ചു. യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ, ഇന്നാണ് ഞാൻ തിരികെ പോകുന്നതെന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി, എത്ര സമയമെടുക്കും ഇന്ത്യയിലേക്ക് പോകാൻ? എ ലിറ്റിൽ മോർ ദാൻ 2 വീക്സ്, 2 ആഴ്ചയെങ്കിലും എടുക്കും സമയം. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദി കൺട്രി ഡു യു ലിവ്, അവിടെ എവിടെയാണ് താങ്കൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്, ഐ ഷാൾ നോട്ട് നോ എക്സാക്ട്ലി വെയർ ഐ ആം പോസ്റ്റഡ് അണ്ടിൽ ഐ അറൈവ് ദെയർ, ഞാൻ അവിടെ പഞ്ചാബ് സിവിൽ സർവീസിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ എത്തിയിട്ട് ഞാൻ എവിടെയാണ് എനിക്ക് പോസ്റ്റിംഗ് എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഈസ് ദ ഫ്രോണ്ടിയർ വെരി ഫാർ ഫ്രം ദെയർ, അവിടെയല്ലേ യുദ്ധം നടന്നത്, അതിനടുത്താണോ താങ്കൾ ജോലി ചെയ്തിരുന്നത്? അപ്പോൾ അദ്ദേഹം പറയണേ, നോ നോട്ട് വെരി, അവിടെ എങ്ങും അല്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫ്രൗണ്ട് മൺട്രോ നിയർ ഡെറാഗാസി ഖാൻ, ഡെറാഗാസി ഖാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്ലേസ് ആണ്, അവിടെയാണ് എൻ്റെ ചേട്ടനായ ഫ്രാങ്കിനെ അടക്കിയിരിക്കുന്നത്. ദ ഗേൾസ് ഐസ് വെയർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് as she spoke, അവൾ കണ്ണുനീരോടെയാണ് അദ്ദേഹത്തിനോട് പറയുന്നത്. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് യു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ എൻ്റെ രാജ്യത്തേക്ക് പോയിട്ട് പഞ്ചാബിൽ ചെന്നിട്ട് അദ്ദേഹം ആ ഒരു ഫ്രാങ്കിനെ അടക്കിയിരിക്കുന്ന സ്ഥലം പോയി കണ്ടിട്ട് നിനക്ക് ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. ഐ വോണ്ട് ബി ട്രബിൾസം ഫോർ യു ഓഫ് ഇൻകൺവീനിയൻറ്റ്, മാഗി ആസ്ക്ഡ്, താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറയുകയാണ്. വൈ ഷുഡ് ഇറ്റ് ബി, എന്താണത്? ഡെറാഗാസി ഖാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വെയർ ഐ ഷാൾ ബി, ഇറ്റ് വിൽ സെറ്റർലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദെയർ സം ഡേ, ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. ഞാൻ ആ ഡെറാഗാസി ഖാനിൽ പോയിട്ട് നിൻ്റെ ചേട്ടനെ അടക്കിയിരിക്കുന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് നിനക്ക് ഞാൻ ലെറ്ററൊക്കെ അയക്കാം. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ചൊക്കെ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, മാഗിയുടെ ഫേസിൽ നന്ദി കൊണ്ട് നിറഞ്ഞു. ആസ് ഷീ താങ്ക്ഡ് മീ ഹെർ വോയിസ് ചോക്ക്ഡ്, അവൾ എന്നോട് താങ്ക്സ് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഷീ ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ്, അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഷില്ലിംഗ് എടുത്തു. ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൈസയാണ്, ലണ്ടനിലെ പൈസയ്ക്ക് ഷില്ലിംഗ് എന്നാണ് പറയുന്നത്. അവൾ ഒരു ഷില്ലിംഗ് എടുത്തിട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദി ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഞാനിരുന്ന ടേബിളിൻ്റെ മുന്നിലേക്ക് ഇട്ടു എന്നല്ല, വെച്ചു, ആ ഒരു പൈസ എടുത്ത് വെച്ചു. ആൻഡ് സെയിങ് പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ, താങ്കൾ പോകുമ്പോൾ കുറച്ച് പൂക്കൾ വാങ്ങിക്കൊണ്ട് പോകണം, ഈ ഷില്ലിംഗ് വെച്ചിട്ട് താങ്കൾ എന്ത് ചെയ്യണം, പൂക്കൾ വാങ്ങിക്കൊണ്ട് പോകണം. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട് ഈ പൂക്കൾ എവിടെ നിക്ഷേപിക്കണം, എൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഇയേഴ്സ്, എൻ്റെ മനസ്സും എന്തായി, വളരെ ഇമോഷണലായി, എനിക്കും വളരെ സങ്കടം വന്നു. ഐ ലോഡ് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ താഴ്ത്തി പിടിച്ചു. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദിസ് ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹെർ, അവൾ മനസ്സിലാക്കിയ കാര്യം ഒരു ഷില്ലിംഗ് കൊടുക്കുമ്പോൾ പൂക്കളൊക്കെ കിട്ടുമെന്നാണ്.
അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ആ പൈസയ്ക്കൊന്നും പൂക്കൾ കിട്ടത്തില്ലെന്ന്. എങ്കിലും അവളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അവൾക്ക് ആ പൈസ തിരിച്ചു കൊടുത്താലെന്നൊക്കെ ആലോചിച്ചു. എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ അവർ കൺട്രി ഫ്ലവേഴ്സ് ഗ്രോ ഇൻ ഗ്രേറ്റ് പ്രൊഫഷൻ ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ രാജ്യത്ത് ഒരുപാട് പൂക്കൾ സമൃദ്ധിയായിട്ട് വളരുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് പൂക്കൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാം, അവിടുന്ന് പൂക്കൾ കൊണ്ടുപോയി നിൻ്റെ ചേട്ടൻ്റെ ഗ്രേവിൽ വെക്കാമെന്ന് പറഞ്ഞു. ബട്ട് ഐ റീകൺസിഡേർഡ്. പിന്നീട് ഞാൻ തീരുമാനിച്ച കാര്യം ഇതൊന്നും അവളോട് പറയണ്ട. വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹെർ ഓഫ് ദി ജോയ് ദി സാക്രിഫൈസ് വുഡ് ഗീവ് ഹെർ. അവളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ത്യാഗം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഈ ₹1 ആ ഒരു ഷില്ലിങ് തന്നില്ലേ, അത് അവൾക്ക് തിരിച്ചു കൊടുക്കണ്ടെന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. ഓൾ ദാറ്റ് ദിസ് ഷില്ലിങ് വുഡ് ഹാവ് ഗിവൺ ഹെർ ഷീ വാസ് ഫോർഗോയിങ് ഫോർ ദി ലവ് ഓഫ് ഹെർ ബ്രദർ. അവളുടെ ആ ഒരു സഹോദര സ്നേഹമാണ് ഈ ₹1 ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സന്തോഷങ്ങളെക്കാട്ടിലും ഏറ്റവും മികച്ചൊരു സന്തോഷം അവൾക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഈ ₹1 നിന്നാണ്. അതായത് ഈ രൂപ കൊടുത്ത് ഒരു പൂ വാങ്ങി അവൾക്ക് അവിടെ കൊണ്ടുപോയി വെക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഈ പൈസ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ബി സീസ്ഡ് എ ലിറ്റിൽ. അവളുടെ ഹൃദയത്തിൽ എന്താണ്, ആ ദുഃഖം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് അവളുടെ ചേട്ടനെ കുറിച്ചുള്ള. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ഇറ്റ് ഡിപ്രൈവ് ഹെർ ഓഫ് ഇറ്റ്. ഐ പിക്ക്ഡ് അപ്പ് ദ ഷില്ലിങ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ പൈസ തിരിച്ചു കൊടുത്ത് അവളെ നിരാശപ്പെടുത്തേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവളുടെ കയ്യിൽ നിന്ന് ആ ഷില്ലിങ് വാങ്ങി. മാഗി, ഐ സെഡ്, ഐ ഷാൽ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. എന്നിട്ട് അദ്ദേഹം അവൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഞാൻ തീർച്ചയായിട്ടും അവിടെ എത്തിയിട്ട് ആ ഗ്രേവിൽ ഈ ഫ്ലവേഴ്സ് ഈ പൈസയ്ക്ക് വാങ്ങി അവിടെ വെക്കും. മാഗി സ്റ്റുഡ് അപ്പ്. മാഗി എഴുന്നേറ്റ് നിന്നു. ഹൗ ക്യാൻ ഐ താങ്ക് യു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഷീ സെഡ്. അവൾ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്. നോ, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ വർക്ക്. ഗുഡ് ബൈ. റിമെമ്പർ ടു റൈറ്റ്. എനിക്കെന്തായാലും ഓഫീസിൽ പോകാൻ സമയമായി, എനിക്ക് വർക്കിന് പോകാൻ സമയമായി, ഞാൻ പോവുകയാണ്. ഗുഡ് ബൈ. റിമെമ്പർ മീ ടു റൈറ്റ്. അവിടെ ചെന്നിട്ട് കത്തുകൾ അയക്കാൻ മറക്കരുതേ എന്നും കൂടി അവൾ പറയുന്നുണ്ട്. ഇനി അവൾ ആ കത്തിനെ പ്രതീക്ഷിച്ചായിരിക്കും ജീവിക്കുന്നത് അല്ലേ. ഐ ഗോഡ് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ഹാൻഡ് ഇൻ മൈൻ. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലസ് യു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം അവളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഗുഡ് ബൈ മാഗി. ശരി മാഗി, ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ സെഡ് ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ് ടു മൈ ലിപ്സ്. എന്നിട്ട് അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ലിപ്സിലേക്ക് വെച്ചു, എൻ്റെ ചുണ്ടിൽ വെച്ചു. അവൾക്കൊരു കയ്യിൽ ഉമ്മ കൊടുത്തു എന്നാണ് അർത്ഥം. മാഗി ലെഫ്റ്റ്. അങ്ങനെ മാഗി അവിടെ നിന്ന് പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻ അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കണ്ണുനീര് തുടച്ചു. വൈപ്ഡ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക. എൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യാനായിട്ട് അപ്സ്റ്റേഴ്സിലേക്ക് പോയി. ഇത്രയുമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. എഴുതിയതാരാണ്? പ്രഭാത് കുമാർ മുഖോപാധ്യായ. പ്രഭാത് കുമാർ മുഖോപാധ്യായ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറീസ് റൈറ്റർ ഇൻ ബംഗാളി ലിറ്ററേച്ചർ. ബംഗാളിയിലെ ഒരു എഴുത്തുകാരനാണ് പ്രഭാത് കുമാർ മുഖോപാധ്യായ. ഇദ്ദേഹം കൂടുതലും ഷോർട്ട് സ്റ്റോറീസും നോവൽസുമാണ് എഴുതിയിട്ടുള്ളത്. ഹിസ് ഷോർട്ട് സ്റ്റോറീസ് ആർ മെയിൻലി ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് ഹിസ് ക്യാരക്ടേഴ്സ് ബിലോങ് ടു ദി മിഡിൽ ക്ലാസ് ഫാമിലീസ്. അതായത് വളരെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരെ കുറിച്ചാണ് അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഒക്കെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സായിട്ടും വരുന്നത്. Their hopes and aspirations, joys and sorrows are woven finely into his stories. സാധാരണക്കാരായ ആളുകളുടെ ദുഃഖവും സന്തോഷവും പ്രതീക്ഷകളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇൻ ദിസ് ഷോർട്ട് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള ലവും, അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ലവും, പിന്നെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്, ഇതൊക്കെയാണ് ഇതിനകത്ത് തീമായിട്ട് വരുന്നത്. സെൻട്രൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഗുപ്ത, മാഗി. മാഗിയുടെ യഥാർത്ഥ പേര് ആലീസ് ക്ലിഫോർഡ് എന്നാണ്. ഈ മാഗിയുടെ അമ്മയുടെ പേരെന്താണ്? മിസ്സസ് ക്ലിഫോർഡ്. അവൾക്ക് അച്ഛനില്ല. അതുപോലെ തന്നെ മാഗിയുടെ ഒരേ ഒരു സഹോദരനായിരുന്നു ഇന്ത്യൻ സോൾജിയർ ആയിട്ടുള്ള ഫ്രാങ്ക്. ഫ്രാങ്കിൻ്റെ യഥാർത്ഥ പേര് ഫ്രാൻസിസ് എന്നാണ്. സോ എല്ലാവർക്കും സ്റ്റോറി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി കാണാം.